വിശുദ്ധ വെളിപ്പാടിലേക്ക്. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ. 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവെട്ടിക്കൊണ്ട് 150 കോടിയിലേക്ക് ലോകത്തിന്റെ ജനസംഖ്യ കിടക്കുന്നു. 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, 15 ഇവിടെ സോപ്പ് കൊണ്ട് കുമിള കൊണ്ട് കഴിക്കളയുന്ന വൈറസ് ലോകത്തിന്റെ താളഗതികളെ മുഴുവൻ മാറ്റി. ബാക്ക് 2 years വി ആർ തിങ്കിങ്, വി ആർ വാച്ചിങ്. നിങ്ങൾ എല്ലായിടത്തും കണ്ടു, എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പി പിടിച്ചാൽ വൈറസ്, ഇടുന്ന ഡ്രസ്സിനകത്ത് വൈറസ്. അവിടെയെല്ലാം വൈറസ് കടന്നപ്പോഴും ഈ രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതിന്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. ശ്രദ്ധയോടെ ലോകത്തിന്റെ ചരിത്രം. എല്ലാ 100 വർഷത്തിന്റെ ഇടയ്ക്കും ഇവിടെ ഒരു മഹാവ്യാധി വരും. 1800 മനുഷ്യകുലത്തെ മുച്ചൂടും പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു മഹാവ്യാധി വന്നു. അതിന്റെ പേരാ പ്ലേഗ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. 917 കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ. അതിൽ ഒന്നാമത്തെ സംഭവമായി ഇവിടെ ഒരു മഹാവ്യാധി വന്നു. ആ പെസ്റ്റിലൻസിന്റെ പേരായിരുന്നു സ്പാനിഷ് ഫ്ലൂ. 2 ആദ്യമായി യഹൂദൻ മടങ്ങി വരുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് പീലാത്തോസിന്റെ അരമനയിൽ നിലവിളിച്ചുകൊണ്ട് കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങൾ ചെതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 917 നവംബർ 11 രാത്രി 11 ഇതിന്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. ഇത് പഠിക്കാതെ തൊട്ടടുത്ത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദവും കിട്ടത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുന്നത് 917. 3 ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ കണ്ട ഒരു കാഴ്ച. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് 917. കാർൽ മാർക്സ് ഒരു യഹൂദനായിരുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് തത്വസംഹിതകൾ. അതുപോലെ ഫ്രെഡറിക് ഏംഗൽസ് അവരുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളി സുഹൃത്തുക്കൾ മോസ്കോയുടെ തെരുവീതിയിൽ കൂടി ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കി സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ചു ശക്തരാകുകയും. അന്ന് ആ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം. ദൈവമക്കൾ ചിന്തയോടെ കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ. 1 ഒരു മഹാവ്യാധി, 2 യഹൂദൻ മടങ്ങി വരുന്നു, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇന്ന് രാത്രി അത് കഴിഞ്ഞ് 102 വർഷം കഴിഞ്ഞപ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്ന് ഒരു വൈറസ് ഇറങ്ങി. അതാദ്യം നോവൽ കൊറോണ തുടങ്ങി, ഒമിക്രോൺ കേരളത്തിൽ ആഞ്ഞടിച്ചു. പക്ഷേ ഇന്ന് രാത്രിയും ഇത് അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ സബ്സിക്വൻ്റായി 2 വയിലേക്ക് ഇത് തിരിഞ്ഞു. അമേരിക്കക്കാർക്കും ഗൾഫുകാർക്കും അറിയാം, അവിടെ മൊത്തം നല്ല പനി അടിക്കുന്നു. അതിൻ്റെ സബ്സിക്വൻ്റ് JN2. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെയെല്ലാം അടിക്കുന്ന JN1 തീവ്രത കുറഞ്ഞ കോവിഡ്. ICMRന്റെ കണക്കനുസരിച്ച് ഇന്ന് രാത്രിയിലും ഇന്ത്യയിൽ 1500 പരം പേർക്ക് ഈ കോവിഡ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രതിദിനം 200 പരം കേസുകൾ. വിശുദ്ധ ബൈബിളിനകത്തുണ്ടോ യുഗാന്ത്യ സംഭവങ്ങളിൽ വരുന്ന ഏറ്റവും പ്രാവചനികമായ ഒരു വാക്യമാണ് ഈ വരുന്ന മഹാവ്യാധി. മത്തായി 24:21. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് such a panic or pandemic situation not at your eyes, the human kingdom is going a panic situation. അതായി കോവിഡ്. ഇത് ഇവിടം കൊണ്ടതും അവസാനിക്കത്തില്ല. കോവിഡിന്റെ മറവിൽ ഏകദേശം 30ഓളം പ്രവചനങ്ങൾ നാഥന്റെ വരവിന്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് അനവധി മുന്നറിയിപ്പുകൾ. നെടുമ്പാശ്ശേരിയിൽ നിന്നൊരു വിമാനം ആകാശത്തിന്റെ വികായത്തിൽ കിടക്കുന്നതിന് മുമ്പ് പല അലർട്ട് പോലെ. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. 2 കാര്യം തൊട്ടുവെച്ച് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഒന്നാമത്തെ സംഭവം 2021. ആർ യു വാച്ചിങ് ഇൻ ഇന്ത്യ വിത്ത് സ്പേസ്? 2023 നിങ്ങൾക്ക് ഏവർക്കും അറിയാം 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനിലേക്ക് ഇന്ത്യ സുഖമായി ചന്ദ്രയാൻ പരിവേഷണം. അതിനകത്ത് ആദിത്യ എന്ന് പറയുന്ന ഒരു ചന്ദ്രയാനിലേക്ക് ഒരു ഉപഗ്രഹത്തെ അയച്ചു. അതിനകത്ത് 36 റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങൾ. അതിനെ ചന്ദ്രന്റെ ഭൗമ ഉപരിതലത്തിൽ വിക്ഷേപിച്ചു. ഇന്ന് രാത്രിയും വിക്രം ലാൻഡർ അവിടെ നിന്ന് പടമെടുത്ത് ISROയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നമ്പർ 1 ചന്ദ്രയാൻ. നമ്പർ 2 15 കോടി കിലോമീറ്റർ കത്തിപ്പഴിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ ഗഗൻയാൻ. അതിനുവേണ്ടി ഒരു ഉപഗ്രഹത്തെ അയച്ചു. അതിന്റെ പേര് ആദിത്യ. 15 ലക്ഷം കിലോമീറ്റർ താണ്ടി കോട്ടയം തിരുവനന്തപുരം മൂന്നാർ വണ്ടി കോട്ടയത്ത് ലാൻഡ് ചെയ്തതുപോലെ ഭൗമാകാശത്തിൽ നിന്നുകൊണ്ട് ഇന്ന് അവൻ പടമെടുക്കുന്നു. നമ്പർ 1 ചന്ദ്രൻ, നമ്പർ 2 സൂര്യൻ. ഇവിടെ ഈ വെൺമണിയിലും അതിനകത്ത് പന്തളത്തുമല്ലേ കുളനട. ജോഗ്രഫി ഫിസിക്സ് ടീച്ചേഴ്സിന്റെ മൊബൈലിലെല്ലാം ഫീച്ചർ വന്നു. മനുഷ്യൻ ചൊവ്വയിലേക്ക് 5.25 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകുന്നു. ഇന്ത്യക്കാർ, പാലക്കാടുകാരിലേക ശ്രദ്ധ. തിരുവനന്തപുരം സ്വദേശി രാകേഷ്. ആ പ്രോജക്റ്റിന്റെ പേര് നിങ്ങളുടെ മൊബൈലിൽ മാർസ് 1. 4ാമത്തെ സംഭവമായി കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജി ബാംഗ്ലൂർ ISRO ബേസ് സ്റ്റേഷനിൽ ചെന്ന് ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, വി നീഡ്
ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. ശൂന്യാകാശത്തിൽ നമുക്കൊരു ബേസ് സ്റ്റേഷൻ വേണം. 2023 വാച്ചിങ് ഇന്ത്യ വിത്ത് സ്പേസ്. 4 സംഭവങ്ങൾ. 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 ചൊവ്വ, 4 ഏറ്റവും നിർണായകമായി ബേസ് സ്റ്റേഷൻ. വിശുദ്ധ ബൈബിളിലുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ഉലൂമല പ്രഭാഷണത്തിൽ ഒരു ചാലിവിടെ നിറവേറുന്നു. ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. രണ്ടാമത്തെ ഒറ്റ സംഭവം തൊട്ടുവച്ച് വിശുദ്ധ വെളിപ്പാടിലേക്ക്. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ 4 യുദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ, 5ന്റെ കരിനിഴൽ. കഴിഞ്ഞ 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. അത് മൊത്തം പ്രസംഗിക്കണമെങ്കിൽ 4 ദിവസം വേണം. അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. 1 റഷ്യ ഉക്രൈൻ, 2 4 മാസം പിന്നിടുന്നു ഇസ്രായേൽ ഗാസ, അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ സിറിയ, അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ലബനോൻ. ഇന്ന് രാത്രിയും നിങ്ങൾ ശ്രദ്ധിക്കാം, യമനെ ആക്രമിക്കുവാൻ സൗദി അറേബ്യയുടെ സമ്മതത്തോട് അമേരിക്കയും ബ്രിട്ടനും തയ്യാറെടുക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രി ചൈനയുടെ 40ഓളം കപ്പലുകൾ തൈവാന്റെ ചുറ്റും ലാൻഡ് ചെയ്തിരിക്കുന്നു. ഏത് സമയവും തൈവാനെ പിടിച്ചടക്കാൻ. ഇതെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട്. അന്ത്യകാല സംഭവങ്ങൾ. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് വെൺമണിക്കാർ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, റബ്ബറും തോട്ടോ എഴുതി വെക്കരുത്. ഇത് സംഭവിപ്പാനുള്ളത് തന്നെ. ആര്? രാജ്യം രാജ്യത്തോട്. ദാൻ കൺട്രി ടു കൺട്രി. അതർവൈസ് വി ആർ ഇന്റർസെപ്റ്റിംഗ് വിത്ത് ഇംഗ്ലീഷ്. നാഷൻ ടു നേഷൻ. ദെൻ വരുന്നു ജാതി ജാതിയോടും. അതാ ഇന്ന് രാത്രി ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംബാൽ താഴ്വര, മണിപ്പൂർ, കുക്കി, മെയ്തൈ, നാഗ. അതിനോടൊപ്പം തന്നെ ഈ രാത്രി ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നോല്. കോവിഡിന്റെ മറവിൽ അന്ത്യകാല സംഭവങ്ങൾ. വെൺമണിയിലെ ദൈവമക്കൾ ഈ രാത്രിയും കാണുമ്പോൾ ഒരു രാത്രി കൂടി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയണം, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ നാഥൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വെൺമണി ക്രൂസൈഡിന്റെ 3ാമത് രാത്രി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വെൺമണിയിലെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4:1. വായിച്ചാട്ട് അമ്മയെ. വെളിപ്പാട് 4:1 വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം യോഹന്നാനോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. One more time we are revising. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്ധിയിൽ ലഭിക്കപ്പെട്ട വചനത്തെ. ഇവിടുത്തെ ദൈവമക്കൾക്കൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. അനിലൊക്കെ എത്ര നല്ല പാട്ടുപാടി ദൈവം ചെയ്ത നന്മകൾ, എത്ര പാട്ടുപാടിയിട്ടും നമുക്ക് വളരെ സന്തോഷമില്ല. കോവിഡിന് ശേഷം അല്ലെങ്കിലും പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. സ്വോത്രം എന്താ കാര്യമൊന്നും അറിയത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി 2023 കണ്ടവർ കുഞ്ഞ് 2024 കണ്ടില്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്നത് 40 വയസ്സുകാരൻ ചെങ്ങന്നൂരും വൻമഴിയിൽ, അത് കഴിഞ്ഞിട്ട് കുളനടയും പന്തളവും കാരക്കാടും കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ, ബുള്ളറ്റിനകത്ത് പടപടാ പോയ ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി വീട്ടിനകത്ത് വന്നപ്പോൾ, ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി 70-80 വയസ്സിനകത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കൊണ്ടിരുത്തിയത്, ഇന്ന് രാത്രി പരിമല ഡോക്ടർ നോക്കിയതിന്റെ മഹത്വമല്ല, അല്ലെങ്കിൽ കല്ലിശ്ശേരി മെഡിക്കൽ സെന്ററിൽ കിടന്ന ഐസിയുവിന്റെ പവറല്ല, അല്ലെങ്കിൽ തിരുവല്ല സാഹിബിന്റെ ആശുപത്രി കിടന്ന കുറച്ച് ഓക്സിജൻ അടിച്ച പവറല്ല. അതിന്റെ അപ്പുറത്ത് നിന്നെ കാത്തു പരിപാലിച്ച ദൈവം ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന്റെ വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇന്ന് രാത്രിയും ധൈര്യത്തോടെ ബലത്തോടെ ഇവിടെ കൊണ്ടുവന്ന മഹാദൈവത്തിന് സ്വോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അതരം പൂട്ടിയിരിക്കരുത്. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന നാഥൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഈ രാത്രി എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട്, അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ ദൈവ കുഞ്ഞുങ്ങൾ ആരാധിച്ചിട്ടുണ്ട്, അവിടെ പാരമ്പര്യത്തിന്റെ മാതിലുകൾ ഇടിഞ്ഞു വീഴാനിടയായി. മുട്ടുമടക്കി ദൈവജനം ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി പട്ടണത്തെ ബന്ധിച്ച മതിലുകളെ തകർത്തുകൊണ്ട് ചില ജീവിതങ്ങൾ യേശുവിനെ കാണുക, ചില പ്രമാണിമാർ മുട്ടുമടക്കുവാൻ മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്നു.
ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാ മക്കൾക്ക് കൊടുത്തു. കാലുകൾ ആമത്തിനകത്ത് ചങ്ങലക്കകത്ത് ബന്ധിച്ചു, ശരീരം മുഴുവൻ വെണ്ടുകേറിയ പാടുകൾ. അവിടെ കീബോർഡില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല, ആരുമില്ല. എന്നാൽ രാത്രിയുടെ യാമത്തിനകത്ത് അവരുടെ നാവുകൾ മാത്രം സ്വതന്ത്രമായിരുന്നു. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ നീ വേദനയോടെ ഈ ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഇന്ന് രാത്രി യോഗ പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. ശബ്ദരാധികജാനപ ഉടാരപ ശബ്ദുരെ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് രാത്രി വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി വെളിപ്പെടുമ്പോൾ നാളുകളായി നിന്റെ കുടുംബത്തെ കെട്ടിയ, കുഞ്ഞുങ്ങളെ കെട്ടിയ, മുൻപോട്ട് വിടാതെ അന്ധകാരത്തിന്റെ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിടുവിക്കുന്ന കരം ഈ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. 2 ദൈവജനം അവിടെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി തീർന്നു. നാളുകളായി ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാതെ വെൺമണിക്കകത്ത് ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫറവോന്റെ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ അന്യഭാഷയ്ക്കും അഭിഷേകത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായ് ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ സ്തുതിക്കുവാൻ തയ്യാറെങ്കിൽ എരികോയുടെ മതിൽ വീണതുപോലെ വെൺമണിയെ ഭരിക്കുന്ന പാരമ്പര്യത്തിന്റെ മതിലുകൾ വീണുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിതാവിന് വേണ്ടി ചില കരങ്ങൾ ഉയരുന്ന രാത്രിയായി മാറട്ടെ. 3 അവരുടെ ആരാധന അവിടെ വെളിപ്പെട്ടപ്പോൾ ആരവരെ കാരാഗ്രഹത്തിലാക്കിയ കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ പട്ടണത്തിലെ ചില കരങ്ങൾ ഈ രാത്രി ഉയരട്ടെ. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. വെൺമണി ക്രൂസേഡിന്റെ മുദ്രാവാക്യം ഈ വർഷം ഇത് തന്നെ ആകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പരദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചില മദ്യപാനികൾ കരമുയർത്തുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക. പട്ടണത്തിനകത്ത് ഒരു അന്ത്യകാലത്തിന്റെ ഉണർവുണ്ടാകുക. 2024 കൺവെൻഷൻ ഞങ്ങൾ കരങ്ങൾ തരുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കണം. കടന്നു വന്ന എല്ലാ മക്കളെയും രാത്രി അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. അപ്പച്ച നാഥന്റെ നാമം മാത്രം ഇവിടെ ഉയരണം. ആദിയോടെന്ന തിരുസാനത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോട് മടക്കിയേക്ക്. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിൽ 5 തലങ്ങൾ. 1 സുവിശേഷത്തിന്റെ ഏടുകൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും അതിനകത്ത് 2. തിരുസഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ അപ്പോസ്തല പ്രവർത്തികൾ. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകളെ പറ്റി പരിശുദ്ധാത്മാവ് ലേഖകന്മാരിൽ കൂടി റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമോഥെയോസ്, എബ്രായർ, എഫേസ്യർ. രക്ഷ, മാനസാന്തരം, ശാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യത. അത് കഴിഞ്ഞിട്ട് 4 തലം ചെറിയ ലേഖനങ്ങൾ. അതിന്റെ പ്രത്യേകത ഉലകം അസ്തമിക്കും എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത. മരണാനന്തര ജീവിതത്തിന്റെ പൊൻകിരണങ്ങൾ അതിനകത്ത്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. അവസാന പരിസമാപ്തിയിൽ യൂദ മഹത്വത്തിന്റെ പ്രത്യാശ, നാഥന്റെ വരവിന്റെ പൊൻകിരണങ്ങളെ അതിനെ വരച്ച് കാണിക്കുന്നു. യൂദ അവസാനം ഇങ്ങനെ എഴുതുന്നു: ആദം മുതൽ 7-ാമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്നത് എന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ ഘോരഘോരം പാടും, പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകൂടി ദൂതന്മാരുമായി കാന്തൻ വരും. അതിന്റെ താഴത്തെ വാക്യം ഞങ്ങൾ പറയത്തില്ല, നിങ്ങളും വായിക്കത്തില്ല. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്: ബാക്കി കർത്താവിനെ കാണാതെ പകമിണക്കം, കോപം, തൊന്തപക്ഷം,
നരസംഘ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഫേസ്ബുക്കിൽ അടുത്ത് പോസ്റ്റ് അടിക്കുന്ന സകലരെ ന്യായം വിധിക്കുവാൻ. സന്തോഷമില്ലല്ലോ? ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ളസിംഹാസനത്തിൽ. വിശ്വാസികൾ ഭയക്കേണ്ട കാര്യമില്ല. ആദ്യം കൂട്ടിനകത്ത് കയറ്റുന്നത് ഞങ്ങളെയാ. സന്തോഷമില്ലല്ലോ? രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന ഞങ്ങളെ ആദ്യം കേട്ട്, പിന്നെ അതിനുശേഷം ഞങ്ങളുടെ പെന്തിക്കോസിന്റെ ഇന്നത്തെ ഇവിടെ നേതാക്കളിരിക്കുക എങ്കിലും പറയും നേതാക്കളെ അതിനകത്ത് കയറ്റും. സ്വോത്രം. അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെ കയറ്റും, അത് കഴിഞ്ഞ് ലോക്കൽ പാസ്റ്റർമാരെ കയറ്റും. 5ാമത്തെ ടോക്കൺ മാത്രമേ ഉള്ളൂ വിശ്വാസിക്ക് സമാനത്തിരിക്കാം. സ്വോത്രം. അതുകൊണ്ട് ആദ്യം ഞങ്ങളെ ആയിരിക്കും കേട്ടുന്ന. സ്വോത്രം. അത് കഴിഞ്ഞ് ഇനി കോവിഡ് വരും, ഷിഗല്ല വരും, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, വൈറ്റ് ഫോസ്ഫറസ്, എന്തെല്ലാം സംഭവം ഇവിടെ വരാൻ പോകുന്നത്. അത് കണ്ടാൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് കാശ് കിട്ടിയില്ലേ? പത്രോസ് പോയോലെ പഴയ പോലെ പാട്ടു. ഇവിടുത്തെ ചിന്നമാമ തൊഴിലുറപ്പിന് പോകും. അത് കണ്ടിട്ട് യൂദായുടെ സ്വർഗം പറഞ്ഞ് എഴുതിക്കോളാം. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേകനാഥൻ സത്യദൈവം കളങ്കമറ്റേ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മുട്ടുമടക്കി പായ്ക്കകത്തിരുന്ന് കരയും. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അവന്റെ വേണ്ടി പ്രത്യാശയുടെ പൊൻകരണ പത്മോസിനകത്ത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞ് എഴുതിക്കോ, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ വൻവഴിയിൽ ഇനിയും അനീതി ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് വെൺമണിയിൽ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് അതിവേഗത്തിൽ. AD 30 കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കാലഘട്ടത്തെ 2 ഭരണാധികാരികൾ, 1 ഹെരോദാവ് ഏദോമിന്റെ കൈസർ, 2 പീലാത്തോസ് റോമന്റെ ഗവർണർ. അതിനുശേഷം ക്രൂരമായ പീഡനങ്ങൾ. 37 കാലഘട്ടത്തിനകത്ത് ഭക്തനായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ശൗൽ. അതൊന്നും ആരും സുവിശേഷത്തിൽ പറയത്തില്ല. തീർന്നില്ല. അതിനുശേഷം ആ ശൗൽ 2ാമതൊരു പദ്ധതി വെക്കുന്ന. കേൾക്കണേ. അല്പസമയം വൈകിയാൽ അനന്യാസ് ഉപദേശിയെ കൊല്ലുവാൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ പട്ടാപ്പകൽ മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് കുതിരയുമായി യാത്ര ചെയ്യുക. കീശയിൽ കാശും AK-47 കൈക്കകത്ത് മൊബൈലും പഞ്ചായത്ത് മെമ്പറുടെ മന്ത്രിയുടെ ഒക്കെ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ പോക്ക് കണ്ടപ്പോൾ സ്വർഗ്ഗം ഒരൊറ്റ അടിയും കൊടുത്തു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, പെൺമണി ഏത് വലിയ പുള്ളിയായാലും അടിച്ചിടാൻ കർത്താവിന്റെ ഒരു ടോർച്ചുണ്ട്. സന്തോഷമില്ലല്ലോ? ഈ അടി കിട്ടിയപ്പോൾ മനസ്സിലായി ഇനി ചെങ്ങന്നൂർ വാസേനേറെ കയറി പോയിട്ടും കാര്യമില്ല, ചൈതന്യെ പോയിട്ടും കാര്യമില്ല. 3 ദിവസം ഉപവസിച്ചപ്പോൾ അനന്യാസി എന്ന കണ്ണിനകത്ത് പ്രാർത്ഥനയുടെ പൊൻകിരണം കൊടുത്തുകൊണ്ട് ചെതമ്പൽ വീളുകൊണ്ട് തിരുവെഴുത്തിന്റെ 14 ലേഖനങ്ങൾ എഴുതി. ബാക്കി ആരും ഉപദേശമാര് പ്രസംഗിക്കത്തില്ല. പൗലോസ്ലീഹയുടെ അവസാനം എവിടാന്നറിയാമോ? മർമാട്ടിൻ ഗുഹയ്ക്കടുത്ത് യുദ്ധക്കുറ്റവാളിയായിട്ട് അവൻ കിടക്കുക. അവൻ യുദ്ധക്കുറ്റവാളിയായി അവിടെ കിടക്കുമ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി കൊണ്ടുവന്ന് രാജാവിന്റെ കൽപ്പന, നാളെ പ്രഭാതത്തിൽ താങ്കളെ കൊണ്ടുവന്ന് ഓസ്ട്രയുടെ ചന്തയിൽ കൊണ്ടുവന്ന് കഴുത്തറത്ത് തല വിച്ഛേദിച്ച് കളയും. അയ്യോ, പൗലോസ്ലീഹയ്ക്ക് വല്ലാത്ത ദുഃഖമായി. മരണത്തിന്റെ ദുഃഖമല്ല, തന്റെ പ്രിയമകനായ തിമത്തിയോസ് അവനെവിടോ ചെങ്ങന്നൂരോ തിരുവല്ലായോ കോടകുളിഞ്ഞിലോ കണ്ട് ട്രാക്ടോ ലഘുലേഖയോ കൊടുക്കാൻ പോയിരിക്കുക. ഈ കുഞ്ഞിനെ ഒരു സഞ്ചിയും തൂക്കി എപ്പോൾ വരുമോന്ന് അറിയത്തില്ല. വരുമ്പോൾ തന്നെ കാണത്തില്ല. അപ്പം ഒരു വാക്യമെങ്കിലും കുറിക്കണം. അതിനുവേണ്ടി ജയിലിനകത്ത് അന്നത്തെ കാലത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളമായി, ഇന്ന് ചപ്പാത്തിയും ചിക്കനുമാ. അതിനകത്ത് എന്തോ എടുത്ത് ഒരു കരിക്കട്ട എടുത്ത് ജയിലിനകത്ത് ഒരു വാക്യം എഴുതി വെച്ച. അച്ചായമ്മയെ കേട്ടോണോ, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്തിയോസെ, നീ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേലും ഭാരപ്പെടണ്ട, നമുക്ക് 2 പേർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇന്ന് രാത്രി പിറ്റേന്ന് പ്രഭാതത്തിൽ ജോസഫസ് തങ്കത്താളുകൾ കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി ഓസ്ട്രയുടെ ചന്തയ്ക്കകത്ത് ഇവിടെ ചെങ്ങന്നൂരിൽ മില്ലിനകത്ത് വാളുകൊണ്ട് തടിയിറക്കുന്നത് പോലെ അറുത്തപ്പോൾ അവന്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്നു. ഇതാ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ കരമുയരുന്നില്ലല്ലോ. ഈ ലോകത്തിലെ ഘട്ടം സാരമില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. അതിനുശേഷം പത്രോസ്ലീഹ തലക്കീഴായി യാക്കോബിനെ അടുത്തതും കൊന്നുകളഞ്ഞു, കിളച്ചേത്. അതിനുശേഷം ഇവിടെ വന്ന് AD 72 വന്ന തോമാസ് ലീഗായും മരണത്തിലേക്ക്. ആ കാലഘട്ടത്തിൽ മരണം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. ബൈബിൾ ചരിത്രം. AD 64 അദ്ദേഹം യാത്രയെ തുർക്കിയിലെ ഏഷ്യ മൈനറിൽ ആസിയയിലെ 7 സഭകൾ തുടങ്ങി എഫെസോസ് മുതൽ ലവോദിക്ക വരെ ഭരണകൂടങ്ങൾ പടപടാ മാറി. ശ്രദ്ധയോടെ ഹെരോദാവ്, പീലാത്തോസ്, അതിനുശേഷം വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച് നീറോ. അതിനുശേഷം വരുന്നു യെരുശലേം ദൈവാലയം തകർത്ത ടൈറ്റസ്. റോമന്റെ ചരിത്രം ലൗദിയോസ്, ക്ലൗഡിയോസ്. ദെൻ 90 AD 92 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ വരുന്നു. ആ കാലഘട്ടത്തിൽ ആ ക്രൂരമായ പീഡനം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കൂടെ ദൈവമക്കൾ, അനവധി ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അന്നത്തെ കാലത്ത് ദൈവവചനം എടുക്കുന്ന ഭക്തന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധി പലരും അത് പറയത്തില്ല. ഇവിടെ കുളനടയിൽ പരസ്യോഗത്തിൽ ഒരുവൻ പ്രസംഗിച്ചാൽ റോമുകാർ അന്നത്തെ കാലത്ത് പിടിച്ചുകൊണ്ടു. എവിടെ കൊണ്ടുവന്നറിയാം? റോമിന്റെ അകത്താണ് ഭൂമിക്കടിയിലെ ആദ്യത്തെ തിയേറ്റർ, കാറ്റക്കൊമ്പ് കൊലോസിയോ. ഇന്ന് രാത്രി മനോഹരമായ ബൾബുകൾ ഇവിടെ നിരത്തിയപ്പോൾ അന്ന് അവിടെ ബൾബില്ല. ഉപദേശിയെ കൊണ്ടുവന്ന്
നല്ല തൂണോട് കെട്ടി നിർത്തും. പകലിൽ ഈ കെട്ടി നിർത്തി എൻ്റെ മേളിൽ ചട്ടി വെക്കും. രാത്രിയാകുമ്പോൾ പട്ടിണിയാ, വെള്ളം പോലും കൊടുക്കത്തില്ല. കൽക്കരിയുടെ തുണ്ടുകൾ ഈ മൺചട്ടിക്കകത്ത് വാരി വിതറും. രാത്രി 11 മണിക്ക് പാർട്ടി തുടങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്ന മക്കള്? തലയ്ക്കകത്ത് മൺചട്ടിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുക്കും. പടപട കൽക്കരി മൺചട്ടിയുടെ കത്തുമ്പോൾ ഉപദേശയുടെ തല വെന്തുരുകുമ്പോൾ ആരും കേൾക്കാത്തൊരു വാക്ക് ആ കെട്ടി നിൽക്കുന്ന മതില് ചാരി നിൽക്കുന്ന തൂണും കേൾക്കും. അതിന്റെ പേരാ മാറാനാഥ യേശുവേ വരണേ. സ്വോത്രം. വെൺമണിക്കാർ ശ്രദ്ധയോടെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി ഇവിടെ പരിശോധത്തിൽ വഴിവക്കിൽ ഒരു ചെറുപ്പക്കാരൻ പാടുകയാണെങ്കിൽ അവനെ പച്ചയ്ക്ക് പിടിക്കും. നല്ല റോഡ്, പന്തളം ചെങ്ങന്നൂർ ടാറിടുന്ന റോഡിനകത്ത് പാട്ടയ്ക്കകത്ത് ഒരു സുചിരമുണ്ടാക്കും, തലയുടെ ആകൃതി. എന്നിട്ട് ആ സുഷിരത്തിനകത്ത് തല കയറ്റിട്ടെന്തോ എന്നറിയാമോ? ടാർപാട്ട ചൂടാക്കും, പച്ചയ്ക്ക് ഉരുക്കി വിടും. പാട്ടയ്ക്കകത്ത് തല വെന്തുരുകുമ്പോൾ, കാല് കമ്മട്ടമടിക്കുമ്പോൾ അകത്തൊരു ശബ്ദം പാട്ട ശ്രമിക്കും, മാറാനാഥ യേശുവേ വരണമേ. റോമന്റെ ചരിത്രം. അതിനുശേഷം മൂന്നാമത്തെ കാര്യം, ഇവിടെ പച്ചയ്ക്ക് വചനം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയെ സ്റ്റേജിൽ കിട്ടിയാൽ അവർ പിടിച്ചുകൊണ്ടു. നല്ല വഴിയല്ലോ മാവേലിക്കര കുളനാട്. ഇവിടെ നല്ല മരം കിട്ടിയാൽ 2 ചില്ലകൾ അടുപ്പിക്കും സൈന്യാധിപൻ. എന്നിട്ട് മനുഷ്യന്റെ തല കീഴാക്കും. ഒരു ജില്ലയിൽ ഒരു കാൽ, ജില്ലയിൽ ഒരു കാൽ. ഇത് കഴിഞ്ഞതിന് ശേഷം കെട്ടുമുറുകുമ്പോൾ, മേളിൽ കെട്ടിയ വടത്തിന്റെ കെട്ടടിച്ചു വിടുമ്പോൾ, ഒരു അമ്മച്ചി മീൻ 2ആയിട്ട് കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരത്തിനകത്ത് തൂങ്ങുമ്പോൾ ചില്ലക്കകത്തൊരു ശബ്ദം, മാറാനാഥ യേശുവേ വരണേ. പെന്തിക്കോസ്തുകാരെ ഇതൊക്കെ ഒന്ന് കേൾക്കണം. നാലാമത്തെ കാര്യം, വഴിവക്കിനകത്തൊരു ഉപദേശി ഇന്ന് രാത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ റോമന്റെ പടയാളികൾ കൊണ്ടു കാരാഗ്രഹത്തിൽ കൊണ്ടു കൈകാലുകൾ ബന്ധിക്കും. വായ്ക്കകത്ത് ഹോസ് പുള്ളിയും നല്ലതുപോലെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വയർ വീർക്കും. അത് കഴിഞ്ഞാൽ അബോധാവസ്ഥ. അപ്പോൾ സൈന്യാധിപൻ അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന കുതിരയുമായി കുളമ്പടികൾ കൊണ്ട് ഉപദേശിയുടെ പള്ളയ്ക്ക് കുളമ്പടി ചവിട്ടുമ്പോൾ ഉപദേശിയുടെ പള്ള പൊട്ടും, കുടൽമാല പുറത്തു വരുമ്പോൾ അബോധാവസ്ഥ ഒരു കാര്യം പറയും, മാറാനാഥ യേശുവേ വരണേ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ചെറുപ്പക്കാര, ഇന്ന് രാത്രി ജീവന്റെ വചനവുമായി നിനക്ക് ഇവിടെ വരുവാൻ കൃപ ലഭിച്ചത്. ചിലരുടെ തലകൾ കാരാഗ്രഹത്തിനകത്ത്, ചിലരുടെ കൈകാലുകൾ മരക്കൊമ്പിനകത്ത്, ചിലരുടെ ശരീരത്തിനകത്ത് ക്രൂരമൃഗം ചവിട്ടി തെറിപ്പിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചന നിന്റെ കരങ്ങളിലെത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. AD 64 അദ്ദേഹം യാത്രയെ ആസയിലെ 7 സഭ ഡൊമേഷൻ കൊടുത്ത കൽപ്പന ശ്രദ്ധയോടെ ഇരിക്കണം. യോഹന്നാൻ അപ്പോസ്തലനെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകുക. പ്രഭാതത്തിൽ 5 മണിക്ക് തോറയുടെ ചുരുളുകൾ സഭയുടെ പ്രഭാഷകനായി അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വന്ന്, ചരിത്രവും ബൈബിളും. ആ പടയാളികൾ 6 പേർ കുതിരയ്ക്കകത്ത് വന്നു. 12ഓളം പടയാളികൾ, 6 കുതിര. യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചിട്ട് പറഞ്ഞ, അപ്പച്ചനെ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോവാ. സഭയിൽ ആരുമില്ല. 90 വയസ്സ് കഴിഞ്ഞ പ്രായം കഴിഞ്ഞ ഒരു അപ്പച്ചൻ, കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ. എങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചങ്ങലകൾ വീണു. അതിവേഗം റോമന്റെ കാരാഗ്രഹത്തിനകത്ത് ഈ അപ്പച്ചനെ കൊണ്ടുപോയി 6 മണിയോട് ഒരു തടിയുടെ പ്രതലത്തിനകത്ത് കടത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? കൈകാലുകൾ ബന്ധിച്ചു. 6:30 മണിയായപ്പോൾ മുഖാവരം, ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നത് പോലെ കീറണ്ട ഭാഗം അവർ മാർക്ക് ചെയ്തു. 7 മണിക്ക് ക്രൂരനായ ഒരു പടയാളി യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലുവാൻ പദ്ധതി വെച്ചുകൊണ്ട് വാളുമായി വന്നു. 2 സൈറൺ അവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പടയാളി ചെറുതായിട്ട് ഇങ്ങനെ കീറുവാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരം ഒട്ടിപ്പിടിച്ചെന്ന് തങ്കത്താളുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രി പടയാളി വാളെടുത്ത് അവിടെ എറിഞ്ഞിട്ട് പറഞ്ഞ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തി ഉണ്ട്. 2024 the crusade is going the third day. ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഏത് രാജാവിന്റെ പടയാളി നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ചാലും അതിന്റെ നടുവിൽ നിന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നത്? മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പറ, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറും. എത്ര പേർ കര ഉയർത്താൻ കഴിയും? കമോൺ. കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങിപ്പോകും. സിസ്റ്റർ, ഇന്ന് രാത്രി എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ. ബ്രദറെ, ഇന്ന് രാത്രി പറ, അവന്റെ ദയ എന്നെ വിട്ടു പോകുകയില്ല. ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലാകുന്നവർക്ക് നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി വെച്ചാൽ ഇന്ന് രാത്രി പറ, ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കാം. പരിമലക്കാരൻ കൈമലത്താം, RCC കൈവിടാം. ഇന്ന് രാത്രി 337 ഗ്രാമുള്ള ഹൃദയത്തിന്റെ 4 അറകൾ, ആർട്ടിക്കിൾ വെൻട്രിക്കിൾ, ഇന്ന് രാത്രി ബൗണ്ടറികൾ ഭേദിച്ചുകൊണ്ട് ബ്ലഡ് ബ്ലോക്ക് ആകാം. ഇന്ന് രാത്രി KM ചെറിയാൻ പറയാം, ആൻജിയോ നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കരമുയർത്തി പറയണം, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ വചനവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്റെ പ്ലാനിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്റെ തലമുറയെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അത് അവസാനിക്കുന്നത് വരെ എന്റെ കണ്ണുകൾ
കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാര്യം മനസ്സിലാകുന്നവർക്ക് സിസ്റ്റർ ബ്രദർ ഇന്ന് രാത്രി ഭയപ്പെടരുത്. നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല. അണ്ട കടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഓർബിറ്റിനകത്ത് ഇന്ന് രാത്രി കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സി ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വച്ചിരിക്കുന്ന ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വച്ച ദൈവം, അവൻ അറിയാതെ വെൺമണിയിൽ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും വീഴുവാൻ വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നീ പോകാവൂ. ഈ ആരാധന നടക്കുമ്പോൾ ദൈവകൃപ നിന്നിൽ വ്യാപരിക്കണം. ഈ വചനം പെയ്തിറങ്ങുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് രാത്രി തന്നെ തൊടണം. ഒരു ടേബിളിനകത്ത് നീ കയറിയാലോ ഡോക്ടർമാർ പറയും നെവർ ഇംപോസിബിൾ, നിന്റെ ലൈഫ് തിരിച്ചു കിട്ടത്തില്ലെന്ന് ഡോക്ടർമാർ പറയും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി വേണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ആരൊക്കെ നിനക്കെതിരെ തകർക്കുവാൻ പദ്ധതി വെച്ചാലും, 2024 say the power of the word of the God. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. എന്ന് രാത്രി അഭിഷേകത്തോടെ നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിന്നെ മൂടുന്ന രോഗക്കെട്ടുകളെ തകർക്കുക. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കര, ഇന്ന് രാത്രി കാരാഗ്രഹത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രി വെൺമണി ക്രൂസൈഡിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. സാധാരണ ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. തീർന്നില്ല. യോഹന്നാനെ അവരെവിടെ കൊണ്ടുവന്നു? എഫെസോസ് സഭയുടെ വാതിൽക്ക് കൊണ്ടുവിട്ടു. ഡൊമീഷന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചക്രവർത്തി മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഒരു അസാധാരണ കൃപ ഇതിലുണ്ട്. രാത്രി പറയണം, കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും ചക്രവർത്തിക്കും കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 4 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ കൽപ്പന വീണ്ടും വന്നു ബൈബിളും ചരിത്രത്തിലേക്ക്. ജോസഫ് എഴുതിയിട്ടുണ്ട്, യോഹന്നാന് വേണ്ടി അടുത്ത കൽപ്പന, അവനെ പിടിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്തിടാൻ. രാവിലെ ആ റൂമിന്റെ പടയാളികൾ വരുന്നത്. അവർ വന്നിട്ട് യോഹന്നാൻ ഉപദേശിയോട് പറഞ്ഞു, ഇത് താങ്കളുടെ ഫൈനലുടെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കുഞ്ഞിന് നല്ല ആഹാരം കൊടുക്കാം, ഒരു പക്ഷേ അവന് നല്ല വസ്ത്രം കൊടുക്കാം. ചോദിച്ച ലാസ്റ്റ് താങ്കളുടെ ഏറ്റവും നല്ല ആഗ്രഹം ബന്ധുക്കളെ കാണണോ, വസ്ത്രം കഴിക്കണോ, വസ്ത്രം വേണോ? അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, കൽപ്പന വായിക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പൊ പറഞ്ഞു, താങ്കളെ കുട്ടുകത്തിനകത്തിട്ട് കൊല്ലുവാനുള്ള പദ്ധതിയാ. യോഹന്നാൻ അപ്പോസ്തലന്റെ മുഖത്തൊരു പുഞ്ചിരി. ജോസഫസ് അതെല്ലാം മാർക്ക് ചെയ്തു. അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, എനിക്ക് ഭയമൊന്നുമില്ല, നിന്റെ രാജാവ് കൽപ്പന തരുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ ചക്രവർത്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ തീജ്വാലയ്ക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി എന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ചക്രവർത്തി ഏതൊക്കെ കൽപ്പന എഴുതിയാലും അതിന്റെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കുക. ഇന്ന് രാത്രി വിശ്വാസമോ ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത, ഏതൊക്കെ ചക്രവർത്തി നിനക്കെതിരെ പദ്ധതി വെച്ചാലും ഈ രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കരമുയർത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്നെങ്കിൽ 2024 ഉയരത്തിലേക്ക് നീ കരമുയർത്തി പ്രാർത്ഥിച്ച ഈ കൺവെൻഷൻ കൂട്ടം ഞായറാഴ്ച രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുംകെട്ട് വീണ വിഷയത്തിനകത്ത് നാളുകളായി ഒരു വൃക്ഷത്തിനകത്ത് ഇത്തിൽ പോലെ നിന്റെ ഭാവിക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന തീജ്വാലകളെ കെടുത്തുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. പക്ഷെ അവർ അവസാനിപ്പിച്ചില്ല. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലൻ കുട്ടുകത്തിനകത്ത് കൊണ്ടുപോയിട്ട് ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ മരണം കാണാൻ കാത്തിരിക്കുക. സ്വോത്രം. ചക്രവർത്തിയുടെ പടയാളികൾ മരണം കാണുവാൻ കാത്തിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നൊരുവൻ തല ഉയർത്തി. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൈ പുതപ്പ് വല്ലതും ഉണ്ട് തരണം പുതയ്ക്കാനെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിച്ചു, ഉപദേശിയെ ശരീരത്തിനകത്ത് വാള് കയറിയിട്ടും മരിച്ചില്ല, 2 തീജ്വാലയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് മുക്കിയിട്ടും മരിച്ചില്ല. എന്തുകൊണ്ട് അവൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ദാറ്റ് മീൻസ് പ്രോമിസ്. എന്ന് രാത്രി അല്പ വൈകിയാൽ പ്രോമിസ് ഏറ്റെടുക്കണം. വിശുദ്ധ ബൈബിൾ അമ്മൂമ്മക്കഥ മായാവിണ്ടിങ്കിലും ഒന്നുമല്ല. 8000 പ്രോമിസ് ഉള്ളത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം അബ്രഹാമിന് 1498 കിലോമീറ്റർ കനാൻ. അബ്രഹാമിനോട് 12 പറഞ്ഞു, ഉൽപ്പത്തി 12 ബൈബിൾ കൂടെ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ, നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. അബ്രഹാമിന്റെ കൂടെ വിളി കേൾക്കാത്ത ഒരുവനും കയറി. അവന്റെ പേര് സഹോദരൻ ലോത്ത്. 2 പേര് കനാനി വന്ന ആടുപാടുകൾ വീടും കൂടുമെല്ലാമായി ടയോട്ട ഇനോവയായി. ആ സമയത്ത് 2 കല്യാണം വന്ന അമ്മമ്മ അബ്രാച്ചാനൊരു അമ്മമ്മ കിട്ടി. സാറാമ്മ. ലോത്തിന്റെ അമ്മമ്മയുടെ പേര് ബൈബിളിലില്ല, ഗൂഗിളിലില്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബ്രാച്ചാന് സാറാമ്മയും കൂടെ വെൺമണി പ്രയർ സെന്ററിൽ ലോത്തും കൂടെ ജീപ്പിൽ ആരാധിക്കാൻ വരും. കമാൻഡർ ജീപ്പ്. ഈ നമ്മുടെ ലോത്തിന്റെ ഭാര്യ വരത്തില്ല. പുള്ളിക്കാരി കൊളന്നാട് പന്തളത്തും ബാങ്ക് അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം വെൺമണി വില്ലേജ് ഓഫീസിൽ പോയി ചെയ്തപ്പോൾ
എല്ലാം ആരുടെ പേരിലാണ്? അവറാച്ചാൻ്റെ പേരിലാണ്. അന്ന് തൊട്ടാ വീട്ടിൽ 2 കലമായത്. സന്തോഷമില്ലല്ലോ? 2 സഹോദരിമാർ വരുമ്പോഴാ 2 കലം, 2 ഗ്യാസ്, 2 കാർഡ്, 2 ചെമ്പ്. സന്തോഷമില്ലല്ലോ മാമൻ? ഇതിവിടെ തുടങ്ങിയതല്ല, ഇത് അവറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ദൈവദാസന്മാർക്ക് പറയാം, 2 സഹോദരന്മാർ സഭ എന്തെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ പറയും ഇരിക്കൂ ബ്രദറെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കാര്യം റെഡിയായി കിട്ടി. സ്വോത്രം. പിന്നെ മിണ്ടിയാൽ സഹോദരിമാരെഴുന്നേറ്റാ പൊന്നമ്മ ഒതുക്കിയിട്ടേ ഞാൻ ഇരിക്കത്തോളൂ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതിവിടെ തുടങ്ങിയതല്ല, അവറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. സ്വോത്രം. ഒരു വീതം വെപ്പ് നടത്തി. എന്താ? ചെങ്ങന്നൂരും പന്തളവും അടൂരും ഒക്കെ ആര് കൊണ്ടുപോയി? സ്വോതം കൊണ്ടുപോയവനാ ലോത്ത്. പാവപ്പെട്ട അവറാച്ചാന് കിട്ടിയത് കോടകുളഞ്ഞി മലയാ. സന്തോഷമില്ലല്ലോ? നിങ്ങൾക്കറിയത്തില്ല കോടകുളഞ്ഞി മലയുടെ പ്രത്യേകത? അവിടെ വണ്ടിയും വെള്ളമൊന്നും ചെല്ലിയാൽ ഒരു കൊച്ചു വീടുണ്ട്, കറണ്ടും ഇല്ല, വെട്ടവും ഇല്ലല്ലോ, മണ്ണെണ്ണ വിളിച്ചുകൊണ്ട്. സ്വോത്രം. 2 കാര്യം അവിടെ ഉണ്ടായിരുന്നു. 1 കരുവേലകം, 2 യാഗപീഠം. സന്തോഷമില്ലല്ലോ? എന്താ കരുവേലകത്തിന് പ്രത്യേകത? ആരെങ്കിലും വന്നാൽ ഒരു കട്ടൻ വെള്ളം കൊടുക്കും. ഇന്ന് കരുവേലകമില്ല, ഇന്ന് അൽസേഷ്യാണ്. സ്വോത്രം. മാനസാന്തരപ്പെട്ടോ ബന്ധിക്കോശാൽ. 2-ാമത്തെ കാര്യം യാഗപീഠം. യാഗപീഠത്തിന്റെ പ്രത്യേകത, പഴയ കാലത്ത് ഇസ്രായേലിന്റെ പടിനിമത്തിന്റെ ആരാധന. കുഞ്ഞുങ്ങൾ മടങ്ങി വന്നാൽ ഒരു ഉടുപ്പിട്ടാൽ അവർക്ക് നല്ലൊരാഹാരം കിട്ടിയാൽ യഹൂദൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ യാഗപീഠം വല്ലയിടത്തും ഉണ്ടോ? സന്തോഷമില്ലല്ലോ? हिंदीकार भाषा പറഞ്ഞപ്പോൾ ഇവിടെ इधर ज़्यादा हिंदी वाला आ गया इसलिए थोड़ा हिंदी में बात करेगा, कोई तकलीफ नहीं। हिंदीकार भाषा പറഞ്ഞ ऊपर वाला को हम लोग मदद किया, एक अच्छा वाला घर हमको दिया। संतोष ले लो। ये घर में 4 कमरा है, हम बाबा मामा है, 2 बच्चा है, 2 बच्चा एक कमरा में, बाबा मामा एक कमरा में. കപ്പയുടെ ഒട്ടിയിൽ മാന്തിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? ഒറ്റ വീട്ടിനകത്ത് സന്ധ്യ പ്രാർത്ഥനയില്ല, പച്ചക്ക് ലൈവ് പോയാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ദൂരോട്ട് എന്ന് പ്രസംഗിക്കുക. സൈമച്ചാൻ ചിലപ്പോൾ ഉടുപ്പെ പിടിച്ചാണ്. സ്വോത്രം. അതുകൊണ്ട് നാട്ടുകാർ ഇന്ന് രാത്രി സ്ഥലം വിടുക. ഇന്ന് രാത്രി പച്ചയ്ക്ക് പറയാ, പെന്തിക്കോസുകാരെ തന്നത് തിരിച്ചെടുക്കാൻ ദൈവത്തിനറിയാം. സ്വോത്രം. ഞാൻ കേട്ടപ്പോൾ കർത്തൃദാസം കുവൈറ്റിൽ എന്നത് 1990 ലോകഹിസ്റ്ററിയൻ പഠിച്ചതാ. ഒരു രാത്രി കൊണ്ടാ സദാം ഹുസൈൻ കുവൈറ്റിലോട്ട് കയറിയത്. കുവൈറ്റിലെ അറബികളുടെ പ്രത്യേകത, അവന്മാർ നല്ല കാശുകാരായിരുന്നു. പച്ചയ്ക്ക് വഴിയെ പോകുന്നവന്റെ തലയിൽ കുപ്പി വരെ എറിയുമായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി സദാം ഹുസൈൻ കയറിയപ്പോൾ ഷെവർലോട്ടിനകത്ത് കറങ്ങി നടന്ന അറബിയെ 6-ാം പക്കം ഒരു നേരത്തെ ബ്രെഡിനും വെള്ളത്തിനും മരുഭൂമി ക്യൂ നിന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാലത്ത് വീടും കൂടും ഈ നടക്കാൻ നല്ല വസ്ത്രവും ഹല്ലേലൂയ നല്ലൊരു കെട്ടിടവും കട്ടിടവും ഇല്ലാത്ത കാലത്ത് ഏതൊക്കെയോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും തൻ്റെ മക്കൾക്ക് പട്ടിണി വരുതെന്ന് പറഞ്ഞ് പായ്ക്കകത്തിരുന്ന് കരഞ്ഞത് കൊണ്ട് മക്കളെ ഇന്ന് പെന്തിക്കോസുകാരൻ നിനക്ക് 2 നില വീടും ടയോട്ട വണ്ടിയും കിട്ടിയത്. വന്ന വഴികൾ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. സ്വോത്ര. ഇന്ന് രാത്രി വീട്ടിൽ അധികം പ്രാർത്ഥനയില്ലേലും വേണ്ടിയാണ് സന്ധ്യയ്ക്ക് ഒരു സങ്കീർത്തനം വായിച്ച് ഒരു വാക്ക് പാട്ടുപാടി എൻ്റെ കുഞ്ഞുങ്ങളെ കാത്ത ദൈവം, വിദേശത്ത് മക്കളെ കാത്ത ദൈവം, എൻ്റെ സഭയെ കാത്ത ദൈവം, എൻ്റെ ദൈവദാസനെ കാത്ത ദൈവം, എൻ്റെ കൂട്ടുവേലക്കാരെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറയുവാൻ, വായിട്ട് പ്രാർത്ഥിക്കുവാൻ കരുത്തുറ്റൊരു സമൂഹം വെൺമണി 2024 ക്രൂസൈഡിൽ എഴുന്നേക്കട്ടെ. സ്വോത്രം. പണ്ടത്തെ പോലെ ക്രൂസൈഡല്ല വലുത് മക്കളെ. അനിലിവിട്ടിരിക്കുന്ന ഞങ്ങളുടെ പാട്ടല്ല വലുത്. ഇന്ന് രാത്രി പ്രാർത്ഥന. ഇയ്യോബ് ഹല്ലേലൂയ സാത്താനൊന്ന് സന്ദർശിച്ചു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇയ്യോബിനെ സന്ദർശിച്ചിട്ട് സാത്താൻ വിസിറ്റ് ദുബായി പോകുന്ന പോയി. സ്വർഗം ചോദിച്ചത് ഇവിടെ ക്രൂസൈഡ് നടന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ പേർ. അമ്മച്ചി ആരും കണ്ടില്ലെങ്കിലും അമ്മച്ചി അറിയുന്ന ഒരു ദൈവമുണ്ട്. സഹോദരൻ ആരും ഇവിടെ വിലമതിച്ചില്ലല്ലോ. മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്വോത്രം. അതുകൊണ്ട് പ്രാർത്ഥന മടങ്ങി വരട്ടെ. കണ്ടോ അവിടെ ഒരു സംഭവം നടന്നു. ഇവിടെ ഉച്ചയ്ക്ക് 2 ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗവും വന്നു. അവർ അച്ഛൻ അവരെ കണ്ടുടനെ ഇതാ പ്രോമിസ് ഇന്ന് രാത്രി കേട്ടോണോ. ആ 2 ദൂതന്മാർ വന്ന് അവർ അച്ഛൻ ഈ ദൈവത്തിന്റെ ദാസന്മാർക്ക് സ്വർഗത്തിന് വെള്ളം കൊടുത്തു. ഒന്നേ സാറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് സഹോദരി? സാറാമ്മ പറഞ്ഞു, ഇവിടെ നല്ല 3 മാവുണ്ട്, കുഴയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സാറാമ്മ ഒരു കുഴപ്പ് കുഴച്ചു. അതാ കുബൂസ്. സന്തോഷമില്ലല്ലോ? തിന്നവരും ഹല്ലേലൂയ പറയുന്നില്ല. സ്വോത്രം. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയ സാറാമ്മയെ. സ്വോത്രം. ഉടനെ അവർ അച്ഛൻ എവിടെ പോയെന്നറിയാമോ? തൊഴുത്തിൽ പോയി നല്ലൊരു മട്ടനെ കട്ട് ചെയ്തു. സ്വോത്രം. ഒരു മട്ടൻ കറി ഉണ്ടാക്കി. അന്നേരം ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? പന്തളത്തെ ഹാർവെസ്റ്റും അല്ല, ചെങ്ങന്നൂര് മോഡേനും അല്ല, അവറാച്ചായനും അമ്മാമ്മയും. സ്വോത്രം. ഇപ്പൊ എത്ര പ്രായം ഉണ്ടെന്നറിയോ? അവറാച്ചാൻ്റെ ഒരു വടിയുണ്ട് 99. ഇപ്പൊ പീശിയൊക്കെ തളർന്ന് വിക്സ് വിട്ട് ഞങ്ങളുടെ കണക്ക് തൊണ്ടയൊക്കെ പരിപരാ ഇങ്ങനെ നിൽക്കുക. സാറാമ്മ 89. ദൈവത്തിന്റെ ദാസന്മാർ ചോദിച്ചു, അബ്രഹാം സാറാ എന്താ വിശേഷം എന്ന് ചോദിച്ചു. അബ്രഹാം പറഞ്ഞു, എന്താ വിശേഷം? നിങ്ങൾ എന്നെ വിളിച്ചിറക്കി എന്തൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നല്ലോ, വീട്, കാറ്, കമ്പ്യൂട്ടർ, എനിക്ക് മക്കളെ തരാം, തലമുറയെ തരാം, എല്ലാം തരാം. ഇപ്പം ദാണ്ട് ഒരു കുടിലും ഉണ്ട്, ഒരു യാഗ വീടുണ്ട്, ഞാനും ഈ തള്ളയുണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. സ്വർഗം പറഞ്ഞു, ഭാരപ്പെടേണ്ട മറുപടി ഉണ്ട്. സ്വോത്രം. ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞു, അബ്രഹാമെ വിഷമിക്കണ്ട, നാളെ ചെങ്ങന്നൂരിൽ പുതിയതായിട്ട് റിലയൻസിന്റെ സ്മാർട്ട് പോയിന്റ് വന്നിട്ടുണ്ട്. ഇന്ന് കട്ട
കുടിച്ച് കിടന്നുറങ്ങുക, നാളെ പോയിട്ട് ഒരു തൊട്ടി 3 കിലുക്കും മേടിച്ചോണമെന്ന് പറയും. സ്വോത്രം. അബ്രഹാം ഞെട്ടിപ്പോയി. സ്വോത്രം. സാറ കൂടാരത്തിന്റെ വാതക്കൽ നിന്ന് മറിഞ്ഞെന്ന് തിരിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞോ, സാറ ദൈവത്തിന്റെ ദാസന്മാർ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര സായിപ്പ് കുറച്ച് കാശ് കൊണ്ടുപോയി, ബിലീവേഴ്സുകാർ കുറച്ച് കാശ് കൊണ്ടുപോയി, ലൈഫ് ലൈനിലെ പാപ്പച്ച കിട്ടാവുന്ന മൊത്തം അടിച്ചു. സ്വോത്രം. ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്ക്, ഇന്ന് രാത്രി നിന്റെ പ്രായം എത്രയായാലും, ദിനങ്ങൾ എത്ര കടന്നു പോയാലും, നീ വാക്കിംഗ് സ്റ്റിക്കിനകത്ത് നിന്നാലും സിസ്റ്റേഴ്സ്, ഇന്ന് രാത്രി ശ്രദ്ധിക്കാൻ, നിന്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടായാലും, ഫലോപ്പിയൻ ട്യൂബിനകത്ത് ടെസ്റ്റ് ഉണ്ടായാലും, ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ നല്ല ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അബ്രഹാമിന്റെ കുടിലിനകത്ത് ഇറങ്ങി 1 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കുക ദൈവത്തിന്റെ ഭക്തന്മാർ ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ആശുപത്രി നിനക്കെതിരായിരിക്കും, ഗൈനക്കോളജി നിനക്കെതിരായിരിക്കും, ഇന്ന് രാത്രി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ഫെയിലുവർ ആയിരിക്കും. എന്നാൽ ഇന്ന് രാത്രി 2024 വെൺമണി ക്രൂസൈഡിൽ പറയണം, എന്നെ സാത്താനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് ഈ രാത്രി കരമുയർത്തുവാൻ കഴിയും? എന്നെ സാത്താനാക്കുന്നവൻ മുഖാന്തരം ഈ രാത്രി ഞാൻ സകലത്തിനും മതിയായവനാ. സ്വോത്രം, സ്വോത്രം. വചനഭാഗത്ത് കയറിയാൽ ഇന്ന് രാത്രി ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ബ്ലഡിന്റെ കൗണ്ടിനെ മാറ്റുവാൻ. ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയാൽ, ഈ ആരാധന നടന്നു തീരുമ്പോൾ നിന്റെ ബ്ലഡിന്റെ കൗണ്ടിന്റെ കണക്കുകളെ മാറ്റുക. ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കാര് ഇന്ന് രാത്രി ഇറങ്ങി വരുക. സഹോദരി, ഇന്ന് രാത്രി പറയണം, യൂട്രസിനകത്ത് അനേക സിസ്റ്റ് കാണും. മേ ബി ഫൈബ്രോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഫലോപ്പിയൻ ട്യൂബിനകത്ത് ടെസ്റ്റ് കാണും. ഒരു കീ ഹോൾ നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വേണം, 2024 സ്വർഗത്തിന്റെ കരം ഈ ഗ്രൗണ്ടിൽ വച്ച് എന്റെ ഒരു കീ ഹോൾ നടത്തി തരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പറയണം മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന കർത്താവിന്റെ കാര്യം 2024 എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം വിശ്വസന. പിന്നെ ഒരു തലമുറയെ കൂടുതൽ ആരെ കൊടുത്തു? ചിരിയുടെ സന്തതി. ഇന്ന് രാത്രി 19 18 പ്രോമിസുകൾ മരിക്കുന്നില്ല. കരമുയർത്തണം. ഇറാഖിൽ വെച്ച് പറഞ്ഞത് കനാനിലല്ല, മമ്രയുടെ തോപ്പിൽ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പറയണം, വിശ്വസ്തനായ ദൈവം ഇന്ന് രാത്രി എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർ കേട്ടു, വെളിപ്പാടിലേക്ക് വരിക. ഒരപ്പനും അമ്മയും എന്താ കൊടുത്ത്? ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ വെള്ളം. പാസ്റ്റർമാർ മറക്കും, സെന്റർ മറക്കും, കേന്ദ്രം മറക്കും. എന്നാൽ മറക്കാത്ത ഒരുവന്റെ ക്യാമറ സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം ശ്രദ്ധയോടെ. ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചട്ടവാറേൽക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും പട്ടിണി മൂലം മരിച്ചില്ല. എന്താ കാര്യം? സ്വർഗത്തിലെ ദൈവം അവർക്ക് മാറയെ പിളർന്ന് മധുരജലത്തെ കൊടുത്തു. വചനം പഠിച്ചുകൊണ്ട് ഇറങ്ങാവും. 2 ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്, ഉദരച്ചങ്ങടി തുറന്ന് മന്നയെ ദൈവം കൊടുത്തു. ഇവിടെ വെൺമണിയില് ഒരു വീട്ടിനകത്ത് ഒരു വിരുന്നുകാർ വന്ന സഹോദരി കോഴിയെ തുറന്നു വിട്ട പിടിക്കണമെങ്കിൽ 4 മണിക്കൂർ 4 പറമ്പ് ഇറങ്ങണം. ഹിന്ദിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനം വാതിൽ തുറന്നപ്പോൾ ആട്ടുപച്ച ദർവാദ കോളനെ കട്ടയും 8 കിലോ മുറുകി കടാഹെ തടക്ക കാട. പക്ഷേ ആരാ? സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താ, ഒരു സ്വോത്ര കാഴ്ച കൊടുത്താ, നിന്റെ തലമുറകള് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ആരൊക്കെ മാറിയാലും ഇന്ന് രാത്രി മാറാത്തവന്റെ കാര്യം നിന്റെ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്നവർക്കായി കരമുയർത്തി പറ, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ദൈവത്തിന്റെ നാമത്തിനിറങ്ങി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒരു നന്മ കൊടുത്തെങ്കിൽ എന്റെ തലമുറകളെ അനുഗ്രഹിക്കുക. ഈ രാത്രി അബ്രഹാമിന്റെ കുടിലിനകത്തിറങ്ങിയ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. രാത്രി പറ, ദർശനത്തിന് ഒരു അവധിയുണ്ട്. യോഹന്നാന് വേണ്ടി കൊടുത്ത 3ാമത്തെ ശിക്ഷാവിധി, അവന് നാട് കടത്തുക. എവിടാ? പത്മോസ്. ഇനിയെല്ലാം വചനത്തിലേക്ക്, പ്രവചനത്തിലേക്ക്. ഇന്നത്തെ പത്മോസ് എവിടാ? ഗ്രീസിന്റെ തലസ്ഥാനം. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. അവിടെ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അവിടെ 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാ തേംസ് നദി. തേംസ് നദിക്കകത്തൊരു ദ്വീപുണ്ട്. അതിന്റെ പേരാ പത്മോസ്. 16 നീളം, 10 കിലോമീറ്റർ വീതി. അമേരിക്കയിലെ ഗുണ്ടനാമോ ക്യൂബയിലേക്ക് കുറ്റവാളികളെ കടത്തുന്നത് പോലെ അന്നത്തെ കാലത്ത് റോം യുദ്ധ കുറ്റാളികളെ കടത്തുന്ന സ്ഥലമാ പത്മോസ്. ഈ 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനെ ഒരു യാനത്തിനകത്ത് കയറ്റി നേരെ ഇവിടെ വിട്ടു പത്മോസിലേക്ക്. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടഞ്ഞു. 5
കാര്യങ്ങൾ പത്മോസിൽ. 1 ആകാശം വിട്ട കരിമ്പന, 2 പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, 3 അസ്ഥിക്കഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, 4 മുമ്പേ വന്നവരുടെ തലയോട്ടിയുടെ ദുർഗന്ധം, 5-ാമത്തെ കാര്യം പാറക്കൂട്ട്. അപ്പച്ചൻ വിചാരിച്ചു ഞാനിവിടെ മരിക്കാൻ പോവുകയാണ്. എന്നാലും കാലുവരി ദർശനം കണ്ടവൻ അന്ത്യദിനത്തിലും ഒന്ന് മുട്ടുമടക്കി. അമ്മച്ചേ, ഈ രാത്രി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അച്ചായ, അവരുടെ മുഖം വെൺമണിയിൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്തേ പോകാവൂ. അവൻ കണ്ട ദർശനമായി 7 പൊൻനിലവിളക്കൾ നടുവിൽ നിലങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ഒരു കരം തന്റെ മേലിറങ്ങി. ആദ്യനന്ത്യൻ ആൽഫാവോമേഗ, മരണത്തിന്റെ പാതാളത്തിന്റെ തക്കോൽ എന്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോഴുള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം അപ്പോക്കാലിപ്സ്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തുപോയി. സ്വോത്ര 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭയിവിടിൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനത്തിൽ, 13 ഒരുവൻ ലോകഭരണം മൈക്രോ ചിപ്പ്. കടക്കാം. ഇനി വന്ദേ ഭാരതല്ല, കമ്പ്യൂട്ടറിലേക്ക് മെമ്മോ പോകുന്നതില് വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കർല യുഗം, 6 കൃപായുഗം. സ്വോത്രം. കുഞ്ഞുങ്ങൾ പാടാറുണ്ട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിൽ 3 സംഭവങ്ങൾ നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. ദൈവസഭ എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണം. ഒരു നാടൻ മലയാളം 1 മിനിറ്റ് കടമെടുത്തെങ്കിലും നമ്മുടെ വെൺമണിയിൽ ഒരു സഹോദരി ഉണ്ട്, ചിന്നമ്മ ശിശു. സ്വോത്ര. ഈ വെൺമണിയിലെ ഗ്രാമപഞ്ചായത്തുകാര് 20 ബ്ലോക്കുമായിട്ട് 40 കോഴിക്കുഞ്ഞിനെ കൊടുത്തു. 20 കോഴിക്കുഞ്ഞുങ്ങൾ ഒരു കൂട്ടിനകത്ത്. പഴയ കൂടലല്ലോ, ഇപ്പം ഗ്രിൽഡ് കൂട. അങ്ങനെ ഇരിക്കുമ്പോൾ ചവറയിൽ നിന്നൊരു പയ്യൻ രാവിലെ മീൻ കൊണ്ടുവരും. കുറെ നാൾ ട്രോളിംഗ് ആയിട്ട് അവനെ കാണാനില്ല. ഒരു സുപ്രാത്തിൽ ട്രോളിംഗ് കഴിഞ്ഞപ്പോൾ അവൻ PPP ആയിട്ട് വന്നു. ചിന്നമ്മ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നല്ല മീനുണ്ട്, നെത്തോലി ഉണ്ട്, ഇത് നല്ല സൂപ്പർ, നല്ല കാൽസ്യമുള്ള നെത്തോലിയ, അതുകൊണ്ട് മുട്ടുവേദന ഒന്നും വരത്തില്ല, വളരെ വില കുറവാണ്. 200 രൂപയ്ക്ക് 2 ചട്ടി മേടിച്ചു. നാടൻ മലയാളം. മകൾ ജ്യോതി ഉണ്ട്. രാവിലെ അല്പ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കില്ല. ചട്ടിയിൽ 2 മേടിച്ചു വെച്ച് ചപ്പാത്തി കടലക്കറിയും ഉണ്ടാക്കി. 10 മണിയായപ്പോൾ അമ്മയും മകളും ഭക്ഷണം കഴിച്ചു. മകളോട് പറഞ്ഞ് നമുക്ക് ചട്ടിയുമായിട്ട് പുറത്തു പോയി മീൻ നന്നാക്കാം, ലാസ്റ്റ് കോഴിക്കൊച്ചുങ്ങൾക്ക് തലയും കൊടുക്കാം. മകളും ഏറ്റു. 2 പേരും നന്നാക്കാൻ പോയി. താഴെ മീൻ ചട്ടി നോക്കിയപ്പോൾ അവരറിയാതെ ഒരു പുള്ളി മേളി വന്നു. സന്തോഷമില്ലല്ലോ. അവന്റെ പേരാ പരുന്ത്. സ്വോത്രം. അമ്മാമ്മ ഇതെല്ലാം വൃത്തിയാക്കി തല മാറ്റിയിട്ട് പരുന്തും മിണ്ടാതിരുന്നു. അമ്മാമ്മ ഇത് ഫ്രിഡ്ജ് വെക്കാൻ പോയി. ജ്യോതി കോഴിക്കുഞ്ഞനെ തുറന്ന് അതുവഴി മൊബൈൽ കുത്താനും പോയി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. പരുന്തൊറ്റ വരവ്. 3 കുഞ്ഞുങ്ങളെ ഒരു കാല്, 3 കുഞ്ഞുങ്ങളെ മറ്റേ കാല്. കോഴിക്കുഞ്ഞുങ്ങൾ വെൺമണിയിൽ നിന്ന് നിലവിളിച്ചു, കിയോ കിയോ. അമ്മാമ്മ പെരയ്ക്കകത്തുനിന്ന് ഒറ്റ ചാട്ടം, കൊണ്ടുപോയേ. അതുപോലൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്ന കണ്ണി വയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് ഓഫ് ഐസ്. സഭയുടെ ഉൽപ്രാപണം. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ല. ഞാൻ അമേരിക്ക ലോക പ്രസിദ്ധനൊന്നുമല്ല, ഞാൻ റബ്ബർ തോട്ടത്തിന് പ്രസിദ്ധൻ, അനിലിനറിയാം. സ്വോത്രം. അതുകൊണ്ട് കേട്ടോണേ, അമേരിക്കക്കാരൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ആമേ ജീസസ് ബിലീവർ. എന്താ അതിൻ്റെ കാര്യം എന്നറിയാം? വരുന്ന പാസഞ്ചറോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കള്ള സ്റ്റിക്കർ അടിച്ചിരിക്കുക. നീ ഗുണപ്പെട്ടവനാന്നേ ഓക്കെ, അല്ലേ ഞാൻ പോയാൽ നീ പരിപാടിയാന്ന്. സ്വോത്രം. അമേരിക്കയിൽ തീർന്നില്ല. ചെങ്ങന്നൂർ കൂടെ ഇഷ്ടം പോലെ മെമു പോകുന്നുണ്ട്. കൊല്ലം, എറണാകുളം ഞാൻ യാത്ര ചെയ്യുന്നത്. പണ്ട് മെമുവിനകത്ത് ഒരു ലോക്കേ ഉള്ളായിരുന്നു. ഇപ്പം മെമു എന്ന് നോക്കണം 2 പേരിരിക്കുക. കാര്യം എന്താണെന്നറിയാമോ? ചെങ്ങന്നൂർ ആറ്റിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ ഒരു ലോക്കോ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോവാം. അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റിലെല്ലാം കൂടെ താഴെ പോകും അമ്മമ്മേ. അതുകൊണ്ട് ആ ഫ്രണ്ടിനകത്ത് 2 പേരിരിക്കുന്നത്. ഇവിടെ നല്ല കാശുള്ള പാർട്ടികൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഇടയ്ക്ക് പ്ലെയിൻ്റെ ഫ്രണ്ടിൽ
ഫ്രണ്ടിലോട്ട് നോക്കണം. അന്നേരം പന്തമാവി തത്തയിരിക്കുന്ന രണ്ടെണ്ണം ഗ്ലാസ്സിൽ ഇരിക്കുന്നതാണ്. കിളിയെ നീലാഞ്ജനക്ക് പൈങ്കിളി. ആരാന്നറിയാം? പൈലറ്റ്. സ്വോത്രം. ഒരു പൈലറ്റ് അല്ല, സ്വോത്രം. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനായി ഇപ്പം ഇൻഡിഗോ പറത്തിക്കൊണ്ടിരിക്കുന്ന സ്വോത്രം. അവൻ നേരെ ബാംഗ്ലൂരിൽ ചെന്നിട്ടായിരുന്നു അടുത്ത കണക്ഷനിലൂടെ. ഇപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് 2 പേരാണ്. ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, എൻ്റെ അങ്കിള് ഇന്ത്യക്കാർ പറഞ്ഞു 2 പേര് വേണമെന്ന്. ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്. മംഗലാപുരം കടലിൻ്റെ മേളിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ 130 മാരുമായിട്ട് കാകളം കേട്ടാൽ ഡോർവാട്ടും ബാക്കി 130 പറവും വെള്ളത്തിൽ വീണോളം കിടക്കുമെന്ന്. സ്വോത്രം. അയ്യോ പെന്തിക്കോസുകാര്. അമേരിക്ക സ്റ്റിക്കർ, ട്രെയിന് 2 ലോക്കോ, പ്ലെയിൻ്റെ മുമ്പ് 2 പൈലറ്റ്, കൊയ്ത്തും പലശേഖരവും കഴിഞ്ഞ് ബാക്കി മിണ്ടുന്നില്ല. ഇനി വന്നില്ലല്ലോ ഞാനോ. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാല സംഭവം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ലോകം ഒരുവൻ ഭരിക്കണം. ഒന്ന്, സഭയുടെ ഉൽപ്രാപണം. ഇനിയെല്ലാം പ്രവചനം. സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞാൽ ഒരന്തിമ യുദ്ധമുണ്ടാകും. അതിൻ്റെ നാന്ദി റഷ്യ ഉക്രൈൻ തീരത്തില്ല. ബൈബിളിനകത്തുണ്ടോ? ബൈബിൾ തുറന്നിരിക്കണം. എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. മാഗോഗിൽ നിന്ന് മാറിയതാ ഗോഗ്, അഥവാ ഇന്നത്തെ റഷ്യ. രോഷ് റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗ്, ഞാൻ നിനക്ക് വിരോധമായി 2 വർഷമായി ലോകരാജ്യങ്ങൾ റഷ്യക്ക് വിരോധം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് താടിയലിൽ 6-1 ചൂണ്ടൽ കൊടുത്ത് ശേഷിപ്പിക്കും. അതാ ഉക്രൈൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ. 6ാമത്തെ കൺട്രിയോ USSRന്റെ ഉക്രൈൻ. അതുവഴി നിന്നെ എവിടെ കൊണ്ടുപോകും? വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ ഇരുത്തും. കരമുയർത്തിയാട്ടമ്മേ. അതുകൊണ്ടാ ഇന്ന് രാത്രി 2 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ നടക്കുക. ഗർഭിണിയെ ഇവിടെ കേംചെറിയാൻ്റെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഗൈനക്കോളജി നോക്കിയിട്ട് അയണും ഫോളിക് ആസിഡും കൊടുക്കും. പിന്നെ എത്ര സ്കാൻ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഡെലിവറി ആവുന്ന കര ഉയരുന്നില്ലല്ലോ. അതാ യേശു പറഞ്ഞ് ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന്. സ്വോത്രം. അതെല്ലാം ഇസ്രായേലിലേക്കാണ് പോകുന്നത്. ഒരു 4 ദിവസമെങ്കിലും പ്രസംഗിച്ചാലേ തീരും. അതുകൊണ്ട് 2ാമത്തെ കാര്യം, അങ്ങനെയെങ്കിൽ 1 സഭയുടെ ഉൽപ്രാപണം, 2 അന്തിമയുദ്ധം. ലോകം തീരത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:3-4-5. ബൈബിൾ തുറന്നിരിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. കർത്താവിന്റെ വരവിന്റെ 4 ചാലുകൾ സജുചാത്തന്നൂരിലോ യേശു പറഞ്ഞു. മത്തായി 24:32-33-34 വിത്ത് ബൈബിൾ റെഫറൻസ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പളതാ ഇല തിളക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. അതാ എല്ലാ ദിവസവും മനോരമ, ഇന്നത്തെ മനോരമയിലുണ്ട്. ഇസ്രായേൽ ഇല്ലാത്തൊരു ദിവസം ഇനി കാണത്തില്ല. ലോകരാജ്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഒരുവൻ രംഗപ്രവേശം ചെയ്യണം. ഞാനല്ല, 2009. ഇനി ചെറുപ്പക്കാരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മച്ചിമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കും കാര്യം പിടിയിട്ട്. 2009 UN ഒരു പ്രമേയം വന്നു. ലോകം ഒരുവൻ ഭരിക്കണം. കേട്ടോണം. അടുത്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ G20 ഉച്ചകോടി നടക്കുക. G20 ഉച്ചകോടി നടക്കുമ്പോൾ നിർമ്മല സീതാരാമൻ, സുന്ദരിയായ ഇന്ത്യയുടെ ധനമന്ത്രി, പറഞ്ഞു, ഇനി നമ്മളെ കൊണ്ട് ലോകത്തെ ഭരിക്കാൻ പറ്റത്തില്ല, ഒരുവൻ ലോകം ഭരിക്കണം. അതിൽ ഇംഗ്ലീഷ് ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിൽ മൈക്രോചിപ്പിലേക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം. ബൈബിളിനകത്ത് 2 പ്രവചനങ്ങൾ. പഴയ 27 ദാനിയേൽ ബാബേൽ പ്രവാസം, പുതിയ 27 പത്മോസ്. വായിച്ച് സഹായിക്കാം അമ്മേ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ബൈബിളെ അവരും എടുക്കണം. അമ്മ സഹായിച്ചത്. ദാനിയേൽ 8, 23, 24, 25 വായിച്ച് സഹായിക്കാം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. ലോകരാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കാൻ പോകും. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാലല്ല താനും അതിശയകരമാം അങ്ങനെ ഒരു ഭരണാധികാരി വരും. ഏക ലോക ഭരണം. ഇത് ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. കൃത്യമായിട്ട് പറയാം, ന്യൂ വേ വേൾഡ് ഓർഡർ. അതുകൊണ്ട് ദാനിയേൽ എടുത്തത് അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ രാജാക്കന്മാരുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. പിൻപിൽ
അവൻ കൊടുക്കാൻ പോകുന്നത് RFID റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ മൈക്രോചിപ്പ് ഇതിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാടിനകത്ത് യോഹന്നാൻ ദൈവസഭ എടുക്കണം. 4-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ലോകത്തെ ഭരിക്കാൻ വരുമോ? ഇനി അമ്മമ്മ വായിച്ച് സഹായിക്കണം നല്ല പഠന രൂപത്തിൽ. വെളിപ്പാട് 13:1-2 എലോൺ മസ്കിലേക്കാണ് ഞാൻ പോകുന്നത്. വെളിപ്പാട് അപ്പോൾ 10 കൊമ്പും 7 തലയും ദൂഷണനാമം വായിച്ച സമുദ്രത്തിൽ നിന്ന് ഞാൻ കണ്ടു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം അമ്മമ്മേ. ഇതെല്ലാം പ്രവചന ഭാഷ. അപ്പോൾ വളരെ ക്ലിയർ ബൈബിൾ. എപ്പോൾ മലയാളത്തിൽ നിങ്ങൾ ചോദിക്കും, അതിന്റെ മറുപടി ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ കമ്മിങ് ന്യൂ വേൾഡ് ഓർഡർ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൽ ഒന്നാമത്തെ കാര്യം 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? കേട്ടോണം. ഇതിന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. ചെറുപ്പക്കാർക്ക് സംശയം വരും. 2001 യൂറോപ്യൻ യൂണിയൻ വന്നത്. അതിൽ 28 രാജ്യങ്ങൾ ഇന്നുണ്ട്. പക്ഷെ 12 പേർക്ക് വോട്ടവകാശമുള്ളൂ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. ഓൺലൈൻ കാണിച്ചാട്ട് പടി അടച്ച് ബ്രിട്ടൻ. ദാണ്ട് 12-ൽ 1 പോയില്ലയോ? അതുകൊണ്ടല്ലയോ ഇന്ന് വെൺമണിയിലെ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു? ബക്കിംഗ്ഹാം. കരം ഉയരുന്നില്ലല്ലോ. വെയിൽസ്, ലേറ്റൺ, അത് കഴിഞ്ഞിട്ട് ലണ്ടൻ തെരുവ്. സന്തോഷമില്ലല്ലോ അമ്മമ്മ? സ്വത്രം. എത്ര പിള്ളേർ പോയി. 12 ഒരുത്തൻ ചാടിയിട്ടാ പോയത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് അറിയാത്തൊരു നമ്പർ. സ്വത്രം. ഒരു വിദേശ രാജ്യത്തെ നമ്പരാ. ഞാനും വിചാരിച്ച് കോള് വല്ല പൈസ വല്ലതോ. അന്നേരം അവ എന്നെ വിളിച്ച് ചോദിക്കുക, സാറിന് എന്നെ ഓർമ്മയുണ്ടോന്ന്. സ്വത്രം. ഞാൻ പറഞ്ഞു ഒരുപാട് പേര് കൈകാര്യം ചെയ്തുകൊണ്ട് അത്ര ഓർമ്മയില്ല. ഞാൻ ചാത്തന്നൂർ ഇന്ന ട്യൂട്ടോറിൽ പഠിച്ച പയ്യനാ, കുട്ടിയൻകാരനാ. അപ്പം ഞാൻ ചോദിച്ചു, മോനിപ്പോൾ എവിടെന്നാ വിളിക്കുന്നത്? അപ്പം അവൻ പറയാന്നേ, മെലീത്ത ദ്വീപിൽ നിന്നാ വിളിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ? കരമുയരുന്നില്ലല്ലോ? മെലീത്ത ദ്വീപ് ഏതാണെന്നറിയാവോ? മാൾട്ടാ ദ്വീപ്. സ്വത്രം. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ കട്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണിച്ചാൽ. ഞാൻ ഇവിടെ വന്നിട്ടില്ല സമുദ്രത്തിൻ്റെ. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് സ്ഥലമില്ലെന്ന്. സ്വത്രം. കർത്താവ് വരാറായോ? മാൾട്ടാദ്വീപ് വരെ മലയാളി എത്തിയെന്ന്. തട്ടുകടയപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. സ്വത്രം. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്നിട്ട് സ്നേഹത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഭാഷമാരല്ലോ കവറിന് താല്പര്യം. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ പഠിപ്പിച്ച, നീ ഇപ്പം എംകോ ഒക്കെ കഴിഞ്ഞില്ലേ, നല്ല കാൽവറിയിലെ കള്ളം നിറഞ്ഞോ പോലെ രാജ്യത്തെ പാർക്കുമ്പോൾ എന്നെയും മണിയോടെ ഓർക്കണേന്ന്. സ്വത്രം. എല്ലാം ശരിയാക്കാന്ന്. സ്വത്രം. മാൾട്ടാദ്വീപിൽ പോയിട്ട് മലയാളി വിളിച്ചെന്ന്. സന്തോഷമില്ലല്ലോ? സ്വത്രം. മനുഷ്യൻ എവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്ക്. 11-ൽ 12-ൽ 1 പോയി. 11ആയി. ഇനി ഒരു രാജ്യവും കൂടെ പോയാൽ അന്ന് രാത്രി എന്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. 10 കൊമ്പ്. സ്തോത്രം. കാലം അന്ത്യദിനത്തിലെത്തി. ആരാ? 7 തല. ശ്രദ്ധയോടെ ഇരിക്കണം. ഇറ്റലിയിലെടുത്ത് ടൈബർ നദി. ടൈബർ നദിയെടുത്ത് 7 മലയുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, ആസ്കലൻ, ജാനിക്കുലൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിംഹാസനമുണ്ട് കത്തോലിക്ക സഭയുടെ. അദ്ദേഹം ഒന്നുമല്ല, ആന്റി ക്രൈസ്റ്റ്. അതിന്റെ പിന്തുണ 10 കൊമ്പ് 7 തല. കൊമ്പുകളിൽ 10 രാജമുടി. 10 ലോക രാജ്യങ്ങൾ ഇവരെ അംഗീകരിക്കും. അതിനാസ്പദമായി പറഞ്ഞു തരാം. നമ്മുടെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു, പിണറായി വിജയൻ. കൂടെ വീണ ജോർജുണ്ട്, ബാലഗോപാലുണ്ട്, രാജീവുണ്ട്, ഇവിടുത്തെ ചെങ്ങന്നൂർ സജി ചെറിയാൻ. ഇവരെല്ലാം ഇരിക്കുന്നുള്ള 10 രാജാക്കന്മാർ സപ്പോർട്ട് ചെയ്തൊരു ഭരണം വരും. അതിന്റെ പേരാ 10 കൊമ്പ് 7 തല. കൊമ്പുകൾ 10 രാജമുടി. ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. വായിക്കാം. അതാര്? അടുത്തത് പുള്ളിപ്പുലിക്ക്. വായിച്ചട്ടമ്മേ. അത് ഞാൻ കണ്ട മൃഗം എന്നെങ്കിലേ പ്രവചനം പഠിപ്പിക്കാൻ പറ്റും. പുള്ളിപ്പുലി ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അടുത്തത് അതിന്റെ കാല് കരടിയുടെ കാൽ പോലെയും. ദാര്യാവേശും കോരശും തലേ മുണ്ടിടാത്ത പെങ്കൊച്ചുങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന ഇറാൻ. അടുത്തത് സിംഹത്തിന്റെ വായ് പോലെ. IS-ന്റെ വീരന്മാർ. ഇറാഖ് തലയിറക്കുന്ന നായാട്ട് വീരന്മാർ. അതാ ഇന്ന് കാണിക്കുന്ന ഇറാഖ്. അടുത്തത് അതിന് മഹാസർപ്പം. ഏതനി കണ്ട കുഞ്ഞു പാമ്പ് മഹാസർപ്പം. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. That means English we are saying muscle power, money power, crown power മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് പോകും. അതായി കോവിഡ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കറൻസികൾ പോലും മാറുന്നത്. അങ്ങനെയെങ്കിലും ഒരുവൻ ലോകം ഭരിക്കുമോ? പണ്ടത്തെ കാലത്ത് ആര് പറഞ്ഞാൽ വിശ്വസിക്കും? ഒരുവൻ ലോകം ഭരിക്കുമോ? നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി കടന്ന് ബുദ്ധിമുട്ടുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 3.5 കോടി ജനത്തെ ഭരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ 7 ഭൂഖണ്ഡം, 260 രാഷ്ട്രം, 262, 850 കോടി. എവരെ ഒരുവൻ എങ്ങനെ ഭരിക്കും? ഒരു 10 കൊല്ലം മുമ്പ് സജു ചാത്തന്നൂരോട് വന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് എന്തോ തകരാറാന്ന്. പക്ഷെ ഇന്ന് ഒരുവൻ 800 കോടിയെ ഭരിക്കാൻ പറ്റും. അതിനായി ഒരു വല വന്നിട്ടുണ്ട്.
ഏതാ വല? വെൺമണിയിൽ അമ്മമ്മ കിണറ്റിന്റെ മേളിയിടുന്ന വലയല്ല, ആ വലയുടെ പേര് ഇന്റർനെറ്റ്. കരമുയർത്താം, ലോകം ഒരുവന്റെ കയ്യിൽ. ചിന്തിക്കാൻ പോകുന്നു, നിങ്ങളുടെ മൊബൈൽ എല്ലാം www വൈഡ് വെബ്സൈറ്റ്. നിങ്ങളത് ഞെക്കാതിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിലിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് റെഡിയാകുന്നുണ്ട്. ലോകം ഒരുവന്റെ കയ്യിൽ വരുമോ? ആസ്പദമായി കമ്പ്യൂട്ടർ. 1945 കമ്പ്യൂട്ടറിന്റെ 1-ാം പതിപ്പ് അമേരിക്ക ഫിലാഡൽഫിയ. കേട്ടുകൊണ്ടിരിക്കണം ചെറുപ്പക്കാര്. 2-ാമത്തെ പതിപ്പ് 1961 അമേരിക്ക ഫിലാഡൽഫിയ. 371 അമേരിക്ക. 487 അന്നേരം കുളനട ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് P4, അതിനവര് GL ഇട്ട Pentium 4. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും മുതിർന്ന തലമുറ. അന്ന് കൊട്ട ഈ ട്രെയിന്, ചില പ്ലെയിന്, ബാങ്കിൽ വരെ കമ്പ്യൂട്ടർ വരുന്ന 1987. ആ കാലം കഴിഞ്ഞു. ഇന്ന് കമ്പ്യൂട്ടർ ഇവിടം വരെ എത്തി. കേരളത്തിൽ 5G വരെ. ലോകം ഒരുവന്റെ കയ്യിൽ. കമ്പ്യൂട്ടർ സമം 666. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാല A1, B2, C3, D4. പക്ഷെ യഹൂദന്റെ അക്ഷരമാലയിൽ ഒരക്ഷരത്തിന് 6ന്റെ നമ്പർ A6, B12, C18, D. അങ്ങനെയെങ്കിൽ അവർ W കൊടുക്കുന്ന 6ന് 119ാമത് സങ്കീർത്തനം. വീട്ടിൽ പോയാൽ മതി, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം കണ്ണിക ആലേഫ്, 2 ദാലത്ത്, 3 മേം, അതിന്റെ 6ാമത് എഴുതിയിട്ടുണ്ട്. വാവ്, W കറക്റ്റ് 666. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഈസിക്കൽ ടു 666. പോകുന്ന ലോകം ഒരുവന്റെ കയ്യിലേക്ക്. എന്താ കമ്പ്യൂട്ടർ? COMPUTER. ഈ ഓൺലൈനിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണേ നോട്ട് വരെ ഞാൻ തരാം. കാര്യം ക്ലിയർ ആയിരിക്കണം. കമ്പ്യൂട്ടർ സമം 666. COMPUTER. C18, O90, M78, P90, U126, T120, E30, R108 666. അങ്ങനെയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിൽ കിട്ടുമോ? ഇന്ന് രാത്രി വെൺമണി നടക്കുന്ന ഈ ക്രൂസേഡ് അമേരിക്കയിലിരുന്ന് കാണാം. കാര്യം റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. കരമുയർത്താം, സ്വത്രം. ഇവിടെ ഇരിക്കുന്ന പരിപാടി ശൈമച്ചാൻ ഒരു ലിങ്ക് കൊടുത്താൽ അമേരിക്കയിൽ കാണാം. നമ്പർ 1 ഇന്റർനെറ്റിന്റെ അതിവേഗത. 2-ാമത്തെ കാര്യം, ഇന്ന് രാത്രി വെൺമണിയിൽ ഒരു അമേരിക്കൻ അച്ചായന്റെ വീട്. ന്യൂയോർക്കിൽ ആ അച്ചായൻ ഇരിക്കുന്നത്. ഇവിടെ വീട് തുറക്കാൻ ബാബു ബ്രദർ ഏൽപ്പിച്ചേക്കുക. 7 മണിക്ക് വീട്ടിന്റെ മുൻപിൽ ഒരു ക്യാമറ. 7 മണിക്ക് ബാബു ബ്രദർ വീട്ടു തുറക്കാൻ വന്നപ്പോൾ അമേരിക്കയിലിരിക്കുന്ന നൈനാച്ചാൻ വിളിക്കുന്നു, ബാബു ബ്രദറെ ലെറ്റർ എടുക്കാൻ വന്നതാന്ന് തോന്നുന്നു. സന്തോഷമില്ലല്ലോ. ഇന്റർനെറ്റ്. 3-ാമത്തെ കാര്യം, എന്ന കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്ന ജിത്തും മുത്തും. സ്വോത്രം. ഇവർക്ക് ഇപ്പം ചെന്നൈ ക്രിക്കറ്റ് കളി കാണാൻ പോകണം. സ്വോത്രം. 40,000 രൂപ ചിലപ്പോൾ കോഡ് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ പൈസയില്ല. ഒരു കാര്യം ചെയ്ത് കുളനടയിൽ നിന്ന് ഒരു മൊബൈൽ 1000 വായ്പ 300 രൂപയുടെ ചാർജും ചെയ്തു. ഇവിടെ വെൺമണിയിലോട്ട് വരുന്ന പാലത്തിൻ്റെ അവിടെ മരത്തെ കയറി ഒറ്റ ഞെക്ക് WW ട്രാൻസ്പോർട്സ്. ചെന്നൈയിലെ ക്രിക്കറ്റ് കളി അവരുടെ മൊബൈലിനകത്ത് കണ്ടു. 3-ാമത്തെ കാര്യം. 4 ഇന്ന് രാത്രി അടുത്ത കാര്യം. ഇവിടെ ഡോക്ടർ KM ചെറിയാൻ, ഹാർട്ട് ഹോസ്പിറ്റൽ. കേട്ടോണം വളരെ ക്ലിയർ ആയിട്ട്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നടക്കാൻ പോകുന്ന സംഭവം. KM ചെറിയാൻ ഹാർട്ട് ഹോസ്പിറ്റൽ. അവിടെ ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഒരു ബ്ലോക്ക്. ആ ബ്ലോക്കിനകത്ത് എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. രാത്രി എല്ലാം ശരിയാക്കി. ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഒരു സംഭവം, ഒരു ബ്ലോക്ക് കൂടെ. ഒരു സർജനേ ഉള്ളൂ. മറ്റേ സർജൻ വെല്ലൂർ CMCയിൽ ഇരിക്കുക. ഈ രോഗി എന്തോ ചെയ്യാൻ പറ്റും? ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. സിസ്റ്റർ നേരെ എന്തോ ചെയ്യും? ഒരു ലൈവ് കൊണ്ടുവരും. രോഗി കിടക്കുന്നത് KM ചെറിയാൻ, കാണുന്നത് വെല്ലൂർ CMC. മൊബൈൽ വഴി കാര്യം ചെയ്ത് സർജറി കൊടുക്കും. താണ്ടേ സർജറി വിത്ത് 5G. ദൈവദാസന്മാർ കണ്ടാട്ടെ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോവാ. 5G സർജറി. 5-ാമത്തെ കാര്യം, പെൺകൊച്ചുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവളുടെ ഭർത്താവ് കുവൈറ്റിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോള കമ്പനി. അവൾ കല്യാണം കഴിഞ്ഞ് 4-ാം മാസം പുള്ളിക്കാരൻ പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വിശേഷം. നേരെ പോയി. എവിടെ പോയി? നമ്മുടെ തിരുവല്ലായി പോയി. പുഷ്പഗിരി ഗൈനക്കോളജി കണ്ട്. അവർക്കൊരു സംശയം. പെൺകൊച്ചിട്ട് പറഞ്ഞ 1000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. റേഡിയോളജി ചെല്ലാൻ പറഞ്ഞു. അപ്പനെ പുറത്ത് നിർത്തി. റേഡിയോളജി ടെക്നീഷ്യൻ അകത്തോട്ട് കയറി. വയറ്റിനകത്ത് സ്കാൻ ചെയ്തപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ തൊടുപ്പ്. മോളോട് ചോദിച്ചു, നിന്റെ ചേട്ടൻ അവിടെ? അവൾ പറഞ്ഞ് കുവൈറ്റില. മെയിൽ ID ഉണ്ടോന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ് മമ്മിയുടെ മൊബൈൽ കാണുന്നു, നോക്കിക്കോളാൻ പറഞ്ഞു. മമ്മിയുടെ മൊബൈലിനകത്തുനിന്ന് ഒറ്റ ഞെക്ക്. പുഷ്പഗിരി ആശുപത്രിയിൽ
കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിന് വയറും കയറുമില്ലാതെ കുവൈറ്റിയിരിക്കുന്ന ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിൽ കണ്ടു. ലോകം വിരൽത്തുമ്പിൽ, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കരം ഉയർത്തിയാട്ട് മക്കളെ, അതിന് മുഴുവൻ വരണമെങ്കിൽ W, അതിനുവേണ്ടി കിടക്കാം എലോൺ മസ്കിലേക്ക്. അങ്ങനെയെങ്കിൽ ബൈബിൾ ഇൻഡിക്കേറ്റഡ് വിത്ത് W. വിശുദ്ധ ബൈബിളിനകത്ത് ആന്റി ക്രൈസ്റ്റിനോട് ചേർന്ന് 5 W. അമ്മ വായിച്ച് സഹായിക്കണം. ഒന്നാമത്തെ W വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3. കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ബുക്ക് ഓഫ് റെവലേഷൻ കമ്മിങ് ആന്റി ക്രൈസ്റ്റ് 5W ചാപ്റ്റർ 13. വായിക്കാം. വെളിപ്പാട് 13. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണപരമായ മുറിവ് സിറിയ, ഇന്നത്തെ കത്തുന്ന സിറിയ വരാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ W വൂണ്ട്. അടുത്ത വാക്ക് വായിച്ചട്ടെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സകലം. വിസ്മയത്തിന്റെ ഇംഗ്ലീഷ് അതിശയം, വണ്ടർഫുൾ. ദാ കിടക്കുന്ന ഒന്നാമത്തെ W. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് IT എഞ്ചിനീയേഴ്സിനെല്ലാം നോട്ട് ചെയ്യാം. നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ. അടുത്തത് വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് നമസ്കാര സമം ആരാധന, ഇംഗ്ലീഷ് വർഷിപ്പ്. മൂന്നാമത്തെ W ആന്റി ക്രൈസ്റ്റ്. അടുത്തത് 4. മൃഗത്തോട് തുല്യനാര്? ആർക്ക് കഴിയും? അടുത്ത വാക്ക്. മൃഗത്തെ നമസ്കരിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതിന്റെ തുടക്കമാണ് നിങ്ങളുടെ ഗൂഗിൾ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ച. ബാക്കി പുറകെ പറഞ്ഞുതരാം. വൂണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, ഹിസ് വേർഡ് ഈസ് കമ്മിങ് ടു യുവർ ഹെഡ്സ്. നിങ്ങളുടെ തലയിൽ ഇത് കയറാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചട്ടെ. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉലകം ഒരുവന്റെ കയ്യിൽ 42. അഞ്ചാമത്തെ W വായിക്കാം. ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും സാത്താൻ ബോഷ്കും അവന്റെ അപ്പൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. അഞ്ചാമത്തെ W വിശുദ്ധന്മാരോട് യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. 5W യുദ്ധം ചെയ്യുവാൻ സകല സകല അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഇവിടെ വളരെ സ്പീഡ് കുറഞ്ഞ് 5W കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ബൈബിൾ. നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്, നമ്പർ 4 വേഡ്, നമ്പർ 5 വാർ. അത് നടക്കണമെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം ലഭിച്ചു. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. വായിച്ച ആരുണ്ട്? കരം ഉയരുന്നില്ലല്ലോ. അതുപോലെ തന്നെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനിൽ ഇനി കാര്യം കേട്ടോണം. ദാണ്ടേ ചരിത്രം പിറന്നു. ദൈവദാസന്മാരും കണ്ടു, ഷിയ ആത്മാചാരനെ കണ്ട് മാർപ്പാപ്പ. ദാണ്ടേ ഇതാ അന്തിമയുദ്ധം നടക്കുന്നു. മാതാ അമൃതാനന്ദമയും കത്തോലിക്ക സഭ പരമാധ്യക്ഷനും 2. ഇനി നേരെ അബുദാബിയിലേക്ക് പോവുക. കേട്ടോണം. മൂന്നാമത്തെ കാര്യം, സിറിയയിൽ ഇസ്ലാമിന്റെ പള്ളിയിൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ അവരോട് ഒരുമിച്ച് നമസ്കാരം സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. 4-ാമത്തെ സംഭവം, ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ എല്ലാവരും ഓടത്തും. സ്വോത്രം. 5-ാമത്തെ സംഭവം, പാത്രക്കി സഭയുടെ നേതാവും കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഐക്യമത്യപ്പെടുന്നു. ഐക്യം. 6-ാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളെല്ലാം ഗൾഫുകാരുണ്ട്. കാണണം. അബുദാബി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. രാജകീയം, ഓഷ്മളം. ഇതാരാ? ട്രംപ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ അബുദാബിയിൽ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 3 ദേവാലയങ്ങൾ അബുദാബിയിൽ. ഞാനല്ല, ക്ലിയർ ആയിരിക്കണം ബൈബിൾ പ്രവചനം. 1, ഒരു കോമ്പൗണ്ടിനകത്ത് ഇസ്ലാമിന്റെ മസ്ജിദ്. 2, ക്രൈസ്തവരുടെ പള്ളി. യഹൂദന്റെ സിനഗോഗെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് പോയാൽ പെന്തിക്കോസുകാരെ അല്ലേലും വ്യാപരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, KA പ്രാസാർ ഉണ്ടായിരുന്നു, സ്വോത്രം പോയി. TG ഉമ്മച്ചൻ പാസ്റ്റർ ഉണ്ടായിരുന്നു, ജോർജ് ശാസ്ത്രി ഉണ്ടായിരുന്നു, അതിനുശേഷം KK ഉണ്ടായിരുന്നു, സ്വോത്രം KK ചെറിയാച്ചായി. അതിനുശേഷം ഇപ്പോൾ പോൾ ഗോപാലകൃഷ്ണനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. തോമസ് വാൻ സാറിന് വയ്യായിരിക്കുക. ഇനി ഞങ്ങളുടെ കാറ്റൂടെ പോയ ആർക്കും കർത്താവും വരണ്ട. സ്വോത്രം വല്ലതൊക്കെ പഠിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം വരുവാനുള്ളവൻ വരും. സ്വോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അബുദാബിയിൽ 3 ദേവാലയം ഉയരുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ
വെളിപ്പാട് 6:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. എന്തിനു വേണ്ടി? ഇസ്രയേലിന്റെ ദേവാലയം പണിയുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരും. എന്നാൽ വെൺമണി ക്രൂശയിലിരിക്കുന്ന ദൈവമക്കൾ പറയണം, 2 ദേവാലയം ഭൂമിയിൽ കാണുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. യഹൂദന് വേണ്ടി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒരു ദേവാലയത്തിന്റെ വഴിത്താര ഒഴുക്കുമ്പോൾ, അബുദാബിയിലും ബഹറിലും ഇന്ത്യയിലുമെല്ലാം വരുമ്പോൾ ഒരു ദേവാലയത്തിന്റെ ഒരു ഭരണത്തിന്റെ വഴി ഇവിടെ തുറക്കാൻ കാലമായി. എന്നാൽ അകത്തളത്തിന് ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, അവിടെ ആ ദേവാലയം ഉയരുന്നതിന് മുമ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങിയ പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട സഭയാ മണവാട്ടിയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വെൺമണിയേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചില പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ബാക്കി കേട്ടോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറ് കത്തോലിക്ക സഭ പരമാധ്യക്ഷന്റെ അടുത്ത് പറഞ്ഞെന്തോ, അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന്. സ്വോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടോ, എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ വഴിത്താരം. കണ്ടേ, ലാസ്റ്റ് മോനെ പിന്നെ ഇത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കൂടെ നിൽക്കുന്ന ആരാ? പ്രകാശാനന്ദ, അമൃതാനന്ദമ അമ്മച്ചി, ഭൂമി പറ്റി ആലഞ്ചേരി, കോലഞ്ചേരി, സകലതും ഉണ്ട്. ഇനി 2 പേരെ പാനുള്ളു. ഒന്ന് പെന്തിക്കോസുകാരും 2 CSIക്കാരും. ഞങ്ങൾ പാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കവർ വന്നിട്ടില്ല. ഞങ്ങൾക്ക് കവർ വന്നാൽ ഞങ്ങൾ പോവും. അന്ന് എൻ്റെ കാന്തൻ വരും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ദാണ്ടേ ന്യൂ വേൾഡ് റിലീജിയൻ. ഒരു വിഷയമില്ല, നിങ്ങൾ പേടിക്കുക വേണ്ട. കാന്തൻ വരാറായി 5W. എന്നാൽ ഒരുവന്റെ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് വെൺമണിക്കാര് പറയണം, ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി എന്റെ നാഥൻ വരാറായി. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 5 സയൻസിലേക്ക് വാ. അപ്പോൾ ആന്റി ക്രൈസ്റ്റ് ആര്? കത്തോലിക്ക സഭ അധ്യക്ഷനാണോ? അത് കഴിഞ്ഞിട്ട് പിണറായി വിജയനാണോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡി സാറാണോ? അതോ അമേരിക്കയിലെ ബരാക് ഒബാമയോ? അതൊന്നും അല്ല അന്തിക്രിസ്തു. അന്തിക്രിസ്തു ആരാന്ന് ബൈബിളിൽ ഉൽപ്പത്തി 49:10. ചെറുപ്പക്കാരെ എഴുതിക്കോ, നിങ്ങൾക്കും പുറത്ത് പ്രസംഗിക്കാം. ഉൽപ്പത്തി 49:10 വായിച്ചട്ടെ മാമേ. അവകാശമുള്ളവൻ വായിച്ചട്ടെ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അപ്പൊ അവകാശമുള്ളവൻ ആദ്യം വരുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം. അതുകൊണ്ട് ഇന്നത്തെ പെന്തിക്കോസുകാര് ട്രിബുലേഷനും പ്രീ ട്രിബുലേഷനും പോസ്റ്റ് ഇടുന്ന അച്ചായന്മാര് ആന്റി ക്രൈസ്റ്റും അവന്റെ അമ്മായി അപ്പനുമല്ല ആദ്യം ഇവിടെ വരുന്നത്. തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ചുമ്മാതെ ഫേസ്ബുക്കിൽ ഇരുന്ന് ചർച്ച എടുത്ത് ബൈബിള് പഠിക്കണം. 49:17 ദൈവസഭ എടുക്കാൻ 7 വർഷം കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആരാന്ന് എഴുതിയിട്ടുണ്ട്. വൈരമാമേ 49 ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പമാവുന്നു. ദാ കിടക്കുന്ന പാവപ്പെട്ട മോഡി സാറും അല്ല, കൊറിയയിലെ കിങ് ജോങ്ങും അല്ല, പാവപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയല്ല, സഖാവ് പിണറായി അല്ല. അന്തിക്രിസ്തു ആരും ഇനി പോസ്റ്റ് ഇടരുത്. സിറിയയിൽ നിന്ന് വരുന്നവനാ എതിർ ക്രിസ്തു. സ്വോത്രം. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. 2 സയൻസ്. 1 അവൻ നോക്കിക്കാണും. 2 അവന്റെ ശബ്ദം കേൾക്കും. 3 മൈക്രോചിപ്പ്. 4 അവനെ വണങ്ങാത്തവരെ കൊല്ലും. ഇത് പറയുമ്പോൾ അവസാനിക്കും. എടുക്കാവ് ദാനിയേൽ 7:8 മെലോൺ മസ്കിലേക്ക് വായിക്കാവ്. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. രാത്രി ദർശനത്തിൽ വായിച്ചട്ടെ. ബൈബിളും പ്രവചനവും വായിച്ചട്ടെ. രാത്രി ദർശനത്തിൽ അമ്മ വായിച്ച് സഹിച്ചട്ടെ. രാത്രി ദർശനത്തിൽ വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട്. ദാനിയേൽ പ്രവചനം 7:8 അമ്മ എന്നെടുത്താട്ട്. രാത്രി ദർശനത്തിൽ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. മൃഗം ഭരണാധികാരി. അടുത്തത് അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. ന്യൂ വേൾഡ് ഓർഡർ. അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഉലക ഭരണത്തെ മുഴുവൻ ചവിട്ടിക്കളയും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പാടും, ഭരണകൂടങ്ങൾ തകരും, കടലിൽ മുഴക്കം കേൾക്കും. അടുത്ത വാക്ക് ദാനിയേൽ വായിച്ചട്ടെ. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഹിറ്റ്ലർ, മുസോളിനി സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കരമുയർത്തിയാട്ടെ. വെളിപ്പാടിൽ 10 കൊമ്പ്, ദാനിയേലിൽ 10 കൊമ്പ്. എത്ര ക്ലിയറാ ബൈബിളിന്റെ പ്രവചനം. ദാനിയേൽ വെളിപ്പാടിനെ കണ്ടിട്ടില്ല. ദാനിയേൽ യോഹന്നാനെ കണ്ടിട്ടില്ല. ഇതിന് യോഹന്നാൻ ഇതെഴുതുന്നതിന് 600 കൊല്ലം മുമ്പ് ദാനിയേൽ എഴുതിയത്. എന്നാൽ അവരുടെ 2 പേരുടെയും ബുദ്ധിമണ്ഡലത്തിൽ ഇറങ്ങിയത് സ്വർഗീയ ശക്തി കരമുയർത്തുന്നവർക്കായി.
യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ ബൈബിൾ. 10 കൊമ്പ്. അടുത്തത് മുമ്പിലത്തെ, വായിച്ചേട്ടാ മാമ, ക്ലിയർ ആയിരിക്കണം ബൈബിൾ. അടുത്തത് മുമ്പ് ഞാൻ കണ്ട കൊമ്പ്. അടുത്ത 10 കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിന്റെ പേര് അന്തിക്രിസ്തു. അതിനാൽ വായിച്ചാട്ടെ, കൊമ്പുകളിൽ 3 വേരോട് പറഞ്ഞുപോയി. ലോക സാമ്രാജ്യം 3. ചെറുപ്പക്കാർ അമ്മ മാറ്റരുത്. 1 രാജാധിപത്യം, ഗൾഫ് രാജ്യം. 2 ജനാധിപത്യം. 3 ഏകാധിപതികൾ. ആരാ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാറുവോ? ഇല്ല. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് മാറുവോ? ഇല്ല. കൊറിയയുടെ പ്രസിഡന്റ് ആരാ? കിങ് ജോങ് മാറുവോ? ഇല്ല. പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞെന്തോ, ആനേവാല ചുനാവോമേ ഹം കടാ പോയക. സന്തോഷം ഇല്ലല്ലോ ചായ സ്വോത്രം. അടുത്ത തെരഞ്ഞെടുപ്പ് ഞാനാന്ന്. വീട്ടിൽ വായിക്കണം. ഈ പെന്തിക്കോസ് വചനം വായിക്കാത്ത കുഴപ്പം. തിമത്തിയോസ് ഒരു ഭാഗമുണ്ട് അമ്മ, എടുത്തോ, വീട്ടിൽ ചെന്നാൽ മതി. 2 തിമത്തിയോസ് 3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, പമ്പ് പറയുന്നവർ, ഇണയില്ലാ പിണ കൂടുന്നവർ, പിന്നെ അപ്പനെ അമ്മയെ അനുസരിക്കാത്ത, മിണ്ടുന്നില്ലല്ലോ, മോനെ വിളിച്ചാൽ ലെഫ്റ്റ്, മോളെ വിളിച്ചാൽ റൈറ്റ്. ഇത് ബൈബിൾ പറഞ്ഞിട്ടുണ്ടമ്മ. സ്വോത്രം. അതിന്റെ ബാക്കി വേറൊരു ഭാഗമുണ്ട്. ഉഗ്രന്മാർ, കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അവരുടെ പേരാ ഏകാധിപതികൾ. ഇതിനെ 3 അവൻ തകർക്കണമെങ്കിൽ ഇവിടെ ഒരു കാര്യം വരും. അതിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തുന്നവർക്കായി അമേരിക്കക്കാരുണ്ട്, കുവൈറ്റുകാരുണ്ട്, ഗൾഫുകാരുണ്ട്, വെൺമണിക്കാരുണ്ട്. എല്ലാ ലോകരാജ്യങ്ങളും കിടുങ്ങുന്നെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അതിനാസ്പദമായി ചെറുപ്പക്കാരെ, ഡിസംബർ മാസം ഒരു കോൺഫറൻസ് എവിടെ നടന്നെന്നറിയാമോ? ദുബായിൽ. അതിന്റെ പേര് ആഗോള താപന കോൺഫറൻസ്, ഗ്ലോബൽ വാർമിംഗ് കോൺഫറൻസ്. അതിന് സയൻസ് വിളിച്ച പേര് COP എന്നാ കേട്ടോ. അതിനകത്ത് ആരെയാ വിളിച്ചെന്നറിയാമോ? 200 രാജ്യ നേതാക്കന്മാരെ അതിന്റെ നടുവിൽ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെയാണ്. പേപ്പർ വായിച്ചവർക്കായി. അദ്ദേഹത്തിന് നെഞ്ചുവേദനയായിട്ട് വന്നില്ലെങ്കിൽ സാമ്പത്തികം തകരുമ്പോൾ ഒരു ലോക നേതാവിന് എവർ വിളിക്കാൻ പോകുന്നു. അതാ എന്റെ യേശു പറഞ്ഞു, ആത്തി തളർത്തു കൊമ്പിളതായി. വേനൽ അടുക്കുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ കരമുയർത്തുന്നവർക്കായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കഥകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ വരാറായി. അതാ എലോൺ മസ്ക് പിൻപിൽ. അങ്ങനെയെങ്കിൽ ഇനി 2 സയൻസ് ഇപ്പം വരച്ച് കാട്ടിത്തരാം. വായിക്കാം. അവൻ അടുത്ത വാക്കമ്മ വായിച്ചാട്ടെ. മനുഷ്യനെ വായിച്ചാട്ടെ. ആ കൊമ്പുകൾ മനുഷ്യനെ അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ്. അടുത്ത വാക്യം മാറ്റല്. സകല മനുഷ്യനെ അവൻ കാണുമെന്ന്. കാണുവച്ചായ ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ വന്ന് പറഞ്ഞിരുന്നേ, പാസ്റ്റർമാര് പറഞ്ഞാന് നട്ടിച്ചിരി മോശമെന്ന്. ഇപ്പൊ കാണുമോ? എത്ര ആപ്പ് വന്ന്? ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, വാട്സപ്പ്, ട്വിറ്റർ, പിന്നെന്തോ ഇൻസ്റ്റാഗ്രാം, IMO, AMO എല്ലാം വന്നില്ലേ? സ്വോത്രം. പണ്ടേ ഈ വെൺമണിയിലെ ഒരു അച്ചായനും അമ്മമ്മയും ഉണ്ടായിരുന്നു, നാടൻ ഭാഷയിൽ. അച്ചായന്റെ മോൻ ജോസ്, മരുമോള് ജോസ്മി. സൈമച്ചതിലെ പോകുമ്പം വൈകിട്ട് 6:30 അച്ഛൻ വിളിക്കും, ഹലോ ജോസ്, നീ ജോലി കഴിഞ്ഞ് വന്നോ? ഭാര്യ കൂടെ ഉണ്ടോ? അങ്ങനെയല്ലയോ ചോദിക്കുന്നത്. അന്ത കാലം മുടിഞ്ഞാ ചെയ്യാ. ഇന്ന് വെൺമണിയിൽ അച്ചായനും അമ്മയും 14 ലാപ്ടോപ്പ്, ഒരു മോഡവും കിടടുത്ത ഒരു കീക്കി കൂക്കു. സ്വോത്രം. ഓൺലൈൻ വാട്സപ്പ് വേണോ, മെസ്സഞ്ചർ വേണോ? തരാം. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് തരാൻ പോവാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കാ വരുന്നത്, ചാറ്റ് GPT. സ്വോത്രം. കേട്ടോണ്. ഒറ്റ ഞെക്ക്. ലൈവ് ദുബായ്. പണ്ട് ചോദിക്കുക, അച്ഛൻ കഞ്ഞി കുടിച്ചാൽ അമ്മമ്മ ഇത് കുടിച്ചോ? ഇന്ന് ദുബായ് കരാമയിരിക്കുന്ന ചെറുപ്പക്കാർ, അപ്പച്ചനും അമ്മച്ചിയും വെൺമണി 14 ഒറ്റ ഞെക്ക്. എവിടെ കിട്ടിയെന്നറിയാമോ? ദുബായിൽ. നോക്കിയപ്പോൾ ജോസ്മോന് ജോലി കഴിഞ്ഞ എഞ്ചിനീയർ, മരുമോള് നേഴ്സ്, രണ്ടും കൂടെ വന്നിരിക്കുന്നു. അപ്പച്ചൻ വീട്ടുവിശേഷം നാട്ടുവിശേഷമൊക്കെ ചോദിച്ചു. അപ്പച്ചൻ ചോദിച്ചു, മോനെ വൈകിട്ടെന്താ? മോള് പ്ലേറ്റ് കാണിച്ച് KFC കൊക്കക്കോള. സ്വോത്രം. ഉടനെ അപ്പച്ചനോട് ചോദിച്ചു, അമ്മച്ചി ഇന്നെന്തോ സ്പെഷ്യൽ? ഗോതമ്പ് പേർക്കും 2 പേർക്ക് ഷുഗർ ആയതുകൊണ്ട് കന്നിമാങ്ങ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അന്ന് ഹലോ ഇന്ന് നേരെ കാണുന്നില്ലേ? ക്ലിയർ ആയില്ലേ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ ചെല്ലും. അതായി കോവിഡ്. കണ്ടില്ലേ? ആര് കമ്പ്യൂട്ടർ പഠിച്ച് കണ്ടിരിക്കുന്ന കൊച്ചുങ്ങൾ. പണ്ട് അമ്മാമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ടച്ച് മൊബൈൽ കൊടുത്താൽ ഒറ്റയ്ക്കകത്തിട്ടിരുന്നേ. സ്വോത്രം. സ്കൂൾ അടച്ചപ്പോൾ ഞാൻ 8, 9, 10 മൊത്തം ക്ലാസ്സിൽ 11 വരെ ഈ വർഷം എടുക്കാതിരിക്കും. സ്വോത്രം. എന്താ സംഭവിക്കുന്നത്? ഞങ്ങളെല്ലാം കയറി ഗൂഗിൾ ആപ്പ്, സൂം ആപ്പ്, ഫേസ് ആപ്പ്. ഇന്ന് പിള്ളേർക്കറിയാത്ത ഒരാപ്പും ഇല്ല. സ്വോത്രം. സൂക്ഷിച്ച അമ്മച്ചിമാർ ദുഃഖിക്കേണ്ട, നിങ്ങളെ അമ്മമാർ ആപ്പിലാക്കും. സ്വോത്രം. മൊബൈൽ കൊടുത്ത കാര്യം റെഡിയായി കിട്ടും. സ്വോത്രം. അതിലും ഏറ്റവും നല്ല രസം അച്ഛൻ കേൾക്കണം. ഇതാ ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന അച്ഛന്മാർ, കന്യാകുമാരി ഇന്ന്
நாட்களிலே நான் உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறதுக்கு கன்னியாகுமரி போயாச்சு. சோத்ரம் അന്ന് രാത്രി തങ്ങിയത് സോദരം ഒരു വലിയ ചീഫ് പാസ്റ്റർ വീട്ടിലാ. അപ്പച്ചൻ 85 വയസ്സുണ്ട്. ഞാൻ പച്ചയ്ക്ക് വെള്ളം കുടിക്കാതെ എൻ്റെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. 2.5 മണിക്കൂർ എന്ന് പ്രസംഗിച്ചിട്ട് വീട്ടിൽ വന്ന ഉടനെ അവിടുത്തെ ഷൗറങ്ങോട് തന്നെ കട്ടൻ കാപ്പി ഇടാൻ 85 വയസ്സുള്ള അച്ചായൻ 14 ഇഞ്ച് ലാപ്ടോപ്പ് എടുത്ത് ഞെക്കുന്ന സോത്രം കൈ മത്തി പിടിച്ചാൽ പറയ്ക്കുന്ന അച്ചായൻ സോത്രം 85-കാര്. എൻ്റെ ഒരു സംശയം, ഇത് രാത്രി എന്ത് ചെയ്യാന്ന് സാമ്പാറിൽ മല്ലിയില കടന്നാൽ എവിടുന്നാന്ന് ഞാൻ ചോദിക്കും. സോത്രം ഇത്ര വിദ്യാഭ്യാസം ഉണ്ട് സോത്രം. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു ഇതെങ്ങനെ പഠിച്ചെന്ന്. സോത്രം കോവിഡ് കാലമായിരുന്നു, പിള്ളേർ എനിക്കൊരു ലാപ്ടോപ്പ് മേടിച്ചെന്ന്. ഞാനിപ്പോൾ ഇത് ഞെക്കിയിരിക്കുന്നു 85 ചീഫ് പാസ്റ്റർ സോത്രം. അന്നേരം ഞാൻ ചോദിച്ചു 10:30 മണിക്ക് എവിടത്തേക്കാ ഞെക്കുന്നത്. എൻ്റെ സംശയം, എൻ്റെ മോൻ്റെ മോള് UK നേഴ്സാ. അവൾ മാസം എനിക്കൊരു ചക്രം അയച്ചു തരും. അവളെ ഒന്ന് ചാറ്റ് ചെയ്യുവാന്ന്. സന്തോഷം ഇല്ലല്ലോ അച്ചായ? 85-കാരെ കുഴിയിലേക്ക് പെട്ടിപ്പാന്ന് കൈവരയ്ക്കുന്ന അപ്പച്ചൻ കീക്കി കൂക്കൂ. സന്തോഷം ഇല്ലല്ലോ? ലോകം എവിടം വരെ എത്തി. കാര്യം പിടി കിട്ടിയ സകലനരെയും കമ്പ്യൂട്ടർ കാണുമെന്ന്. ഇന്ന് രാത്രി ഇന്നത്തെ ഫേസ്ബുക്കും ഇന്നത്തെ മെസ്സഞ്ചറും ഇന്നത്തെ വാട്സപ്പ് ഇന്നത്തെ IMOയും ഇന്നത്തെ ബോട്ടിമും ഇൻസ്റ്റാഗ്രാമും ഒരുവന്റെ കയ്യിലെത്തും. സ്വത്രം മനുഷ്യൻ കാണും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ കൊമ്പിൽ നിന്ന് അവൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരും. നമ്പർ 1 സയൻസ്. നമ്പർ 2 അവൻ ലോകത്തോട്. അടുത്ത വാക്ക് വായിച്ചേട്ട അമ്മേ. 10 വമ്പ് പറയുന്ന വായും. അടുത്ത വാക്ക് അതിന് മുമ്പായിട്ടുള്ള വാക്ക് മനുഷ്യനെ നോക്കിക്കാണും. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായി. മതി നിർത്തിയാട്ടെ. ഇനി വെളിപ്പാട് 13, 16, 17 ചിപ്പ്. അവൻ സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ഇന്ന് രാത്രി സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? അതിന്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. പറഞ്ഞു തരാം. സാത്താൻ ലോകത്തോട് സംസാരിക്കും. ആസ്പദമായി ഇന്ന് രാത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെ വന്നെന്നറിയാമോ? തൃശ്ശൂരിൽ വന്നു. അദ്ദേഹം ഹിന്ദിയിലാ പറഞ്ഞത്. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ സോഫ്റ്റ്വെയർ മാറ്റിയപ്പോൾ എന്തായി? അത് ഹിന്ദിയിലാക്കി കൊടുത്തു. ട്രാൻസ്ലേഷൻ വേണ്ട. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഞാൻ ഗൂഗിളിലേക്കാ പോന്നത്. ഇന്ന് രാത്രി പണ്ടത്തെ കാലത്തെ ഇവിടെ വെൺമണി പോകണമെങ്കിൽ കുളനട ഇറങ്ങി നാരായണൻ ചേട്ടനോട് ചോദിക്കാം. ഇന്ന് ആരോടും ചോദിക്കണ്ട, ഗൂഗിളിനോട് ചോദിച്ചാൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞു. സുന്ദർപ്പിച്ചായത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ബാക്കിയെല്ലാം ശ്രദ്ധയോടെ വെക്കണം. രണ്ടാമത്തെ സയൻസ്. ഇന്ന് രാത്രി നിങ്ങൾ പറയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എത്ര പേര് കേട്ടു? സ്തോത്രം. 8 കോടി പേരാ. 100. കേരള മുഖ്യമന്ത്രി ഓണാശംസ പറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ കേട്ടു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ, അദ്ദേഹം ഒരു മിനിസ്റ്ററാ. കോവിഡ് കാലത്ത് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫോൺ വന്നു. ഞാൻ സഖാവ് സജി ചെറിയാൻ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ഒരു സോഫ്റ്റ്വെയർ വഴി ആയിരങ്ങളോട് സംസാരിച്ചെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ബൈബിൾ വിത്ത് എവിഡന്റ്. മക്കളെ ഇതെല്ലാം എടുത്തോണം. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിന്റെ പർവ്വതനിര, ആ താഴ്വരയുടെ പേര മെഗിദോ താഴ്വര. അവിടെ 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന അന്തിമ യുദ്ധം അവിടത്തേക്കാം. അതിന്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. അതിന് എത്ര ഭാഷയാ? 2000 ഭാഷ അതിന് സംസാരിക്കാനുള്ള കഴിവിലേക്കാ പോകുന്നത്. ഇപ്പോൾ 600 ഭാഷ സംസാരിച്ചു. അതിലൊരു ഭാഷ കേരളക്കാർ കേട്ടു. ആരാണെന്നറിയാമോ? ജോയിസ് മേയർ. കേട്ട ആരെങ്കിലും ഉണ്ടോ? കരമുയർത്താം. ഒരു ഇംഗ്ലീഷുകാരി പ്രഭാഷക ജോയിസ് മേയർ. ആരും കേട്ടിട്ടില്ല? TV-ക്കകത്ത് വന്ന് ഒരു അമ്മാമ എന്ന പടപടപടപടാ മലയാളം പറയുന്നത്. അവർ കേരളത്തിൽ വന്നിട്ട് പോലുമില്ല. അവരിന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ എടുത്തു. ആ സോഫ്റ്റ്വെയർ വഴിയാ ലോക രാജ്യങ്ങളോട് അവർ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ദാണ്ടേ ഗൂഗിൾ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ചയുടെ ടെക്നോളജിയിൽ ഗൂഗിൾ സംസാരിച്ചെങ്കിൽ ഇസ്രയേലിന്റെ പർവ്വതനിരക്കകത്ത് ഇന്ന് രാത്രി ഒരു കമ്പ്യൂട്ടർ ഉയരുമ്പോൾ അന്തിമ ദിനത്തിൽ ഇത് സാത്താന്റെ കയ്യിൽ കിട്ടിയാൽ ഉലക ജനതയോട് അവൻ സംസാരിക്കാൻ പോവുകയാണ്. ആ ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് വെൺമണിയിൽ മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മുഴങ്ങും. കരമുയർത്താം. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. വെൺമണിയേ
മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 2 signs we are passing. Number 1, watch your screen. The second one, the word is coming. ഇനി വരാൻ പോകുന്നു എലോൺ മസ്ക് 6 രണ്ട് കാര്യം പറയുമ്പോൾ നിർത്ത്. മമ്മ വായിച്ച സഹായിച്ചാട്ട് വെളിപ്പാട് 13, 16, 17, 18. ഇന്ന് രാത്രി ലോക രാജ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷനിൽ കണ്ട വാർത്ത ഞങ്ങളുടെ ബൈബിളിൽ വെളിപ്പാട് 13, 16, 17, 18. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും മതി. ഇന്ന് രാത്രി പത്രം വായിച്ച എത്ര പേരുണ്ട്? ഒരു മനുഷ്യന്റെ തലയിൽ മൈക്രോചിപ്പ് കരമുയർത്താം. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു മക്കളെ. ഇവിടെ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലം. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഇംപ്ലാന്റ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ടെലിവിഷൻ ചാനൽ മുഴുവൻ ഇന്ന് രാത്രി ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ യഹൂദന്റെ വ്യവസായി എലോൺ മസ്ക് ഇത് ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രി വെൺമണി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ കരമുയർത്തുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നു. സ്വോത്രം. ഈ ചിപ്പ് എവിടത്തേക്കാ? ഇതാ 6. അടുത്ത വാക്ക് ദണ്ടേ. 2018, 2009 ആധാർ, 2013 ഈ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ? ATM. 15 എവിടെ വന്നു? ആനയുടെ വാലേ വന്നു. 18 എവിടെ വന്നെന്നറിയാമോ? നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് വന്നു. 2021 വണ്ടിയെ നിയന്ത്രിക്കുവാൻ ഫാസ്റ്റാഗ്. കരമുയർത്തിയാട്ടെ. ഇപ്പൊ ക്ലിയറായ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി ഈ ചിപ്പവേടരും കൈമേലും നെറ്റിമേലും. ഇന്ന് രാത്രി ഞാനല്ല, സാങ്കേതിക സർവകലാശാല എല്ലാരും വായിക്കുന്നപ്പം ബൈബിളാ നടക്കുന്നു. മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ബൈബിൾ പ്രവചനം. കരമുയർത്തിയാട്ട് മക്കള്. ഈ ചിപ്പ ഇന്ന് എവിടെ കൊണ്ടുപോയത്? മസ്തിഷ്കത്തിനകത്ത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ തനിമ, നൈർമല്യത, വിശുദ്ധി എത്ര വലുതാ മക്കളെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്റ്റെതസ്കോപ്പ് ഇല്ല, MBBS ഇല്ല, MD ഇല്ല, ലാബ് ടെക്നീഷ്യൻ ഇല്ല, ഒരു സയൻസിന്റെ ഏടില്ലാത്തപ്പോൾ ഒരപ്പച്ചൻ എഴുതി കൈമേലും നെറ്റിമേലും മുദ്രയെങ്കിൽ, എലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ആ മുദ്ര ആരംഭിച്ചെങ്കിൽ സകല മനുഷ്യനെ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. ഇതിന്റെ പേര് 6. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 കാര്യം കൂടെ പറയും നിർത്താം. എന്താ 6? റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ദാണ്ട് ഇതിനകത്ത് 4 ചിപ്പ് വെക്കാം. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഇതെവിടെ കൊടുക്കാം? തലച്ചോറിൽ കൊടുക്കാം, തലയിൽ കൊടുക്കാം. തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എലോൺ മസ്ക് ചെയ്യുന്ന എന്താണെന്നറിയാം? മെഡിക്കൽ ലോകത്തെ കീഴടക്കും. ഇന്ന് മനുഷ്യന് ചില രോഗം അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ ഞാനും സൈമച്ചാനോടെ വെൺമണിയിൽ ഒരു പേന മേടിക്കാൻ പോയാൽ ബാർകോഡ് നോക്കി വില നിശ്ചയിക്കുന്നത് പോലെ ഈ ചിപ്പ് മനുഷ്യ ശരീരത്തെ ഡീകോഡ് ചെയ്യും. കരമുയർത്താം. മനുഷ്യന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ മെഡിക്കൽ ഫീൽഡിനെ പിടിക്കും. എലോൺ മസ്ക് പറഞ്ഞത് പോളിയോ രോഗം, പാർക്കിൻസൺസ് രോഗം, ക്ഷയരോഗം, ഇതിനെല്ലാം മരുന്ന് ഇതുവഴി തരാം ഡോക്ടേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഈ ചിപ്പ് ആരെ കൊടുക്കും? കേട്ടോട്. ഇവിടെ നല്ലൊരു കമ്പനി പന്തളത്ത് ഒരു ചെറുപ്പക്കാരൻ 5 ലക്ഷം രൂപ ശമ്പളം. 5 ലക്ഷം രൂപ ശമ്പളമെങ്കിൽ മുതലാളിക്ക് ഒരു പേടി, അവൻ കൊട്ടേഷൻ മറിച്ചു കൊടുക്കുമെന്ന്. പലർക്കും ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ നാളെ ജോലിക്ക് വരത്തില്ല. അപ്പൊ എന്തോ ഈ ചിപ്പ് കൈ കൊടുത്തിട്ട് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യവൻ ആരോട് സംസാരിക്കുന്നെന്ന് മുതലാളി അറിയും. കരമുയർത്താം. 1 ബിസിനസ് ലോകം, 2 മെഡിക്കൽ രംഗം. ഈ ചിപ്പിനെ ഏറ്റെടുക്കുക. ഇതിന്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. 6. ഇതാ എലോൺ മസ്ക് എന്ന് ചെയ്തത്. ബൈബിളിനകത്ത് ഞാൻ വായിച്ചു തരാം. 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അതിന്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ടെലഫോൺ ടവർ വഴി ഇന്ന് രാത്രി മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട. ടെലഫോൺ ടവർ വഴി മനുഷ്യന്റെ ലൊക്കേഷൻ കമ്പ്യൂട്ടർ തരും. ഹ്യൂമൻ ട്രാക്കിംഗ്, സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. IT ടീച്ചേഴ്സുണ്ട് ജോലി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ജോലി. അതിനാസ്പദമായി വന്നു ചാറ്റ് GPT വിത്ത് AI. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? AI ക്യാമറ. കര ഉയരുന്നില്ലല്ലോ.
കേരളത്തിൽ എത്ര ക്യാമറ? 750. ഇത് ഒരിടത്തും ബന്ധിപ്പിച്ചിട്ടില്ല. ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇരിക്കുക. അതെവിടെ? തിരുവനന്തപുരം കെൽട്രോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഒരു റോബോട്ട്, 30 പണിക്കാർ. പന്തളത്ത് 1 ക്യാമറ, 2 മോട്ടോർ വകുപ്പ്, 3 നമ്മുടെ മൊബൈലിൽ പണം. കര ഉയരുന്നില്ലല്ലോ ചായ. പന്തളത്തിൽ നിന്ന് അഭിലേഷ് കൂടി മേടിച്ച് വീട്ടിൽ വരുന്നതിനെ പറ്റി തൊപ്പിയില്ലാത്തവന്റെ പടം വരുന്നു. സ്വോത്രം. അതിന്റെ പേരമ്മ AI ക്യാമറ. അങ്ങനെയെങ്കിൽ അത് ഒരു ബാർകോഡെങ്കിൽ സകല മനുഷ്യന് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒരു ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. AI ക്യാമറ പറഞ്ഞപ്പോഴാ ചെറുപ്പക്കാർക്കും പെൺകൊച്ചുങ്ങൾക്കും ഒരു നല്ല വാർത്ത. ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ, ഇത് കേട്ടോണം, ചായ എനിക്ക് മേടിച്ചു തരണം, ഇനി വന്നില്ലല്ലോ. ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ ചെങ്ങന്നൂരിന് പോവാ. കൊളനട വഴി പോയപ്പോൾ അവൻ കല്യാണം കഴിച്ച ഭാര്യ വീട്ടുകാർ അവനൊരു നല്ല മൊബൈൽ ബൈക്ക് മേടിച്ചു കൊടുത്ത്. പക്ഷെ അതിനകത്ത് ആരെയാ? RC ബുക്ക് രജിസ്ട്രേഷൻ അവന്റെ ഭാര്യയുടെ ആയിരുന്നു. സ്വോത്ര നമ്പർ. ഇവൻ ചെങ്ങന്നൂര് പോകാൻ കൊളനട തിരിഞ്ഞ് പോയപ്പോൾ കാരക്കാടെത്തിയപ്പോൾ AI ക്യാമറ അടിച്ചു. ഈ കൊളനട പരിചയമുള്ളൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളെ ബൈക്കിന്റെ ബാക്കി കയറ്റി. സ്വോത്രം കേട്ടോണ്, കാര്യം കൊടിയുന്നതാ. എന്നിട്ട് അവൻ ഇവിടെ നമ്മുടെ ഇവിടെ ചെങ്ങന്നൂരിന് പുറത്തെത്തിയപ്പോൾ ക്യാമറ അടിച്ചു. പെങ്കൊച്ചിന്റെ മൊബൈലിൽ പടം വന്ന് RC ബുക്ക് ആരുടെ പേരില്ല? അവളുടെ പേരിലായിരുന്നു. സ്വോത്രം. എന്താ പറ്റി? അവള് പയ്യനെ വിളിച്ചു ചോദിച്ചു, അങ്ങനെ ഒരു ചേട്ടൻ ആരെയാ ബൈക്ക് കയറ്റി കറക്കുന്നതെന്ന്. കാര്യം പോയില്ലയോ? സ്വോത്രം. ഇത് നിങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം. ഞാൻ ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ വഴി വണ്ടി ഓടിച്ചു വന്ന് അടൂർ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു അമ്മമ്മ ഹൈവേ ഇടപെടിക്കുന്നു. ഞാൻ ചോദിച്ചു എങ്കപ്പോയത് അമ്മ പറഞ്ഞു പന്തളത്ത് പോയി. ഞാൻ പറഞ്ഞു കാർ ഫ്രീ ആയിട്ട് പോലെ ഇരിക്കാൻ പറഞ്ഞു. സ്വോത്രം. ഞാൻ കൊച്ചുവർത്താനം പറഞ്ഞു ബെൽറ്റിടാൻ മറന്നുപോയി. സ്വോത്രം. പറന്തലി AI ക്യാമറ വെച്ചിരിക്കുക. എൻ്റെ ഭാര്യയുടെ RC ബുക്ക് മൊബൈൽ നമ്പർ RC ബുക്കിനകത്ത്. പറന്തലി വെച്ച ഒറ്റയടി. പന്തളത്ത് ഞാൻ ചവിട്ടി ഒരു കട്ടൻ ചായ കുടിച്ചപ്പം ഭാര്യ വിളിക്കുന്നു, അച്ഛൻ കൺവെൻഷന് പോയാന്ന് ആൻറ്റിയായിട്ട് കറങ്ങാൻ പോയാന്നൊന്ന്. സ്വോത്രം. LDF വരും, എല്ലാം ശരിയാണ്. ചായ മേടിച്ചു തരണം കേട്ടോ. അമ്മമാരും കേട്ടോണം. അച്ചായം ഗൾഫിലാന്ന് പറഞ്ഞ് സ്കൂട്ടർ എടുത്ത് കറങ്ങുന്ന അമ്മാമ്മമാർക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. സ്വോത്രം. അതുകൂടെ ഞാൻ പറയാം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാളെ തന്നെ റെഡിയാക്കാൻ പരിപാടി. ചായ എനിക്ക് മേടിച്ചു തരണം. സ്വോത്രം. ആരെ എവിടെയും കയറ്റാം. നാളെ നിങ്ങൾ വണ്ടിയുടെ RC ബുക്കുമായിട്ട് എവിടെ പോകണം? അക്ഷയയിൽ പോകണം. അവരെ പെങ്കൊച്ചിനോട് പറഞ്ഞ പരിവാഹൻ സൈറ്റ് എടുക്കാൻ പറയണം. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പരും കൊണ്ടുപോകണം. കൈ മൊബൈലിരിക്കണം. ഭർത്താവിൻ്റെ RC ബുക്കാന്ന് അമ്മാമ്മ ധൈര്യമായിട്ട് അവിടെ ചെന്നിട്ട് അച്ചായന് വിടില്ല, 1 മാറ്റാൻ പറയും. അപ്പോൾ പെങ്കൊച്ചു ചോദിക്കും കൈ മൊബൈൽ ഉണ്ടോന്ന്. അവൾ ഒറ്റ ഞെക്ക്, ഒരു സാധനം വരും, OTP, 1 ടൈം പാസ്വേഡ് പറഞ്ഞു കൊടുത്താൽ മതി. കീക്കി കൂക്കു 20 രൂപ. ആരെ എവിടെയും കയറ്റാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞുതരാം. ചെറുപ്പക്കാരോടും പറയാം, ഭാര്യയ്ക്ക് ശ്രീധനം കിട്ടിയ കാറിൽ അന്യ പെൺപിള്ളാരെ കയറ്റിയ കട്ട പുകയായിപ്പോ. സ്വോത്രം. രക്ഷപ്പെടാൻ 20 രൂപ. സ്വോത്രം. അതുകൊണ്ട് മനസ്സിലാക്കണം, 756 ക്യാമറ വെച്ച് സകലരെ മോണിറ്റർ ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സകല മനുഷ്യന്റെ മൈക്രോ ചിപ്പ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് 2 വാക്കൂടെ പറഞ്ഞ് നിർത്തിത്തരാം. ആരും ഓടിപ്പോരുത്. നാളെ സമയമില്ല. നാളെ എറണാകുളം ടൗണിൽ പെരുവയും പ്രസംഗിക്കാം. ഇന്ന് രാത്രി കേട്ടോ, ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ ചിന്ത എത്ര? 1 മിനിറ്റിൽ 40 ചിന്ത, 1 മണിക്കൂറിൽ 2400 ചിന്ത ഒരു മനുഷ്യന്റെ തല. അതിന്റെ പ്രത്യേകത സെറിബെല്ലം മെഡില്ല ഒബ്ലാങ്കേറ്റ. ഇനി ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് വേണ്ട. കൈക്കകത്ത് ചിപ്പ് കൊടുത്താൽ അവൻ എവിടെ കുറ്റകൃത്യം ചെയ്തെന്ന് അവന്റെ മൈൻഡ് റീഡ് ചെയ്യും. ബൈബിളിനകത്തുണ്ടോ? ഇന്ന് രാത്രി അമ്മമ്മ വായിച്ച് സഹായിക്കണം. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ ഞാൻ നിർത്താം. ദാണ്ടേ ലോകം ടെലിപ്പതിയിലേക്ക് കിടക്കുന്നു. ഈ ജനുവരി 31 ലോകം ടെലിപ്പതിയിൽ. അടുത്ത ബൈബിൾ വായിച്ചു തരാം. സജു ചാത്തന്നൂരല്ല. ദാണ്ടേ മസ്തിഷ്കത്തിൽ ചിപ്പ്, വഴിത്തിരിവായും ന്യൂറോലിങ്ക്. കണ്ടില്ല ചായമാരെ? 2016 കാലിഫോർണിയയിൽ ഒരു യഹൂദൻ കയറി. അവന്റെ പേരാ എലോൺ മസ്ക്. അവൻ ഇന്ന് മസ്തിഷ്കത്തിൽ ചിപ്പ് വെക്കാൻ പോകുന്നു. ന്യൂറോലിങ്ക്. പറയാ, ഇന്ത്യയുടെ ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ഡിസംബർ മാസത്തിൽ ബ്രിട്ടനിൽ ഒരു കോൺഫറൻസ് നടന്നു. മൊബൈൽ ഞെക്ക് ChatGPT. അവിടെ വെച്ച് എലോൺ മസ്ക് പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയോട് 150 കോടി ഇന്ത്യക്കാരെ ഞങ്ങൾ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ വരാൻ പോന്നു. ഇന്ത്യയിൽ ചിപ്പ്. ബൈബിളിനകത്തുണ്ടോ? രാത്രി മാനസാന്തരപ്പെട്ടോണം. കാലം തീരാറായി. അവറാച്ച മലയിൽ പോയതല്ല, കാര്യം കഴിഞ്ഞ് കാന്തൻ വരാറായി. വായിച്ച സഹായിച്ചാട്ടെ. വെളിപ്പാട് 13 വാക്യം. ഇതിന്റെ പേര് ന്യൂറോലിങ്ക് ടെലിപ്പതി. വായിച്ചാട്ടെ മാമേ. അടിമയാ
കരമുയർത്തിയാട്ട് മക്കളെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. ആദ്യം മെഡിക്കൽ, 2 കമ്പനി, 3 മനുഷ്യനെ സാറ്റലൈറ്റ് വെച്ച് ചോർച്ച ചെയ്യും. പഠിക്കുന്ന +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിന്റെ സ്കൂളിൽ പോയി നാളെ ചോദിക്കണം. സജു ജാത്തിന്റെ ഒരു പ്രസംഗിച്ചു 6 റിമോട്ട്, ന്യൂറൽ, മോണിറ്ററിംഗ്, എമോഷണൽ, റോബോട്ടിക്, വയർലെസ്, ഇന്റർനെറ്റ്, നെറ്റ്വർക്ക്. വയറും വേണ്ട, കയറും വേണ്ട. ഒരു മനുഷ്യന്റെ ചിപ്പ് കൊടുത്താൽ കോടകുളഞ്ഞിലെ ടവർ മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യുന്ന സകല മനുഷ്യനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടുവരും. അടുത്ത വാക്കോട് വായിച്ചാട്ടെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ. യെസ്, ഇവിടെ ഇതെല്ലാം കാണും വിശുദ്ധന്മാരുടെ. വായിച്ചാട്ടെ മമ്മ. അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇനി പെന്തിക്കോസുകാരെല്ലാം കൈ ഉയർത്തണം. എതിർ ക്രിസ്തുവിന്റെയും എലോൺ മസ്കിന്റെ ചിപ്പ് നമ്മുടെ കൈമേലും നെറ്റിമേലും വെക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനുമുമ്പ് നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, അത് കഴിഞ്ഞിട്ട് നീഡിൽ ചിപ്പാണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് നാഥൻ വരാറായി. കരമുയർത്തിയാട്ടച്ചായ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. സഹിഷ്ണുതയോട് എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇനി നിങ്ങൾ ഇരിക്കാമെങ്കിൽ ബാക്കി പറയാം. സൈമച്ചാൻ്റെ എൻ്റെ സമയം അവസാനിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരിക്കൽ പറയാം. സ്വോത്രം 5 മിനിറ്റ് കൂടി ഇരിക്കാൻ തയ്യാറുണ്ടോ? എനിവൺ അക്സെപ്റ്റ്? ഗീവ് മീ 5 or 10 minutes. താങ്ക് യു. സഹകരണത്തിൽ ഇനി ഉടുപ്പെ പിടിക്കത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ 3 സയൻസ് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, സാത്താൻ നിങ്ങളെ കാണും. 2, അവന്റെ ശബ്ദം കേൾക്കും. 3, മൈക്രോ ലിങ്ക് വഴി നിങ്ങളെ മോണിറ്റർ ചെയ്യും. 2 കാര്യം കൂടെ അമ്മാമെ വായിച്ചിട്ട് പാട്ടിലേക്ക്. വെളിപ്പാട് 13:15. ദാറ്റ് മീൻസ് ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിവിടെ വെൺമണി കേട്ടു. വെളിപ്പാട് 13:15 കൂടെ വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മതി. അവിടെ നിർത്തിയാട്ടെ. ദാണ്ടേ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കുഞ്ഞുങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. കരം ഉയർത്തച്ചായ. റോബോട്ട് സംസാരിക്കുമെന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ പുസ്തകം വായിച്ച് ഒരിടത്തുമില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിലെ പ്രവചനം നിവർത്തിയായി. വെൺമണി കേൾക്കട്ടെ, വെൺമണി കേൾക്കട്ടെ. ധൈര്യത്തോടെ പറ. വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് പ്രസംഗിച്ചവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇന്ന് രാത്രി പിശാച് നടുങ്ങട്ടെ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? ഇതായിരിക്കുന്ന കേൾപ്പുകാര്. സൗദിക്കാരി വന്നില്ലേ, മേരാനാം സോഫിയ നമസ്തേ ഇന്ത്യ. 2017 അവൾ സൗദിയിൽ നിന്ന് ഇറങ്ങി. 18 ബോംബെ വന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേമത്ത് എഞ്ചിനീയറിംഗ് കോളേജ്. അവളുടെ ദാണ്ട് ചാറ്റ് GPT സോഫിയ. അവളുടെ അനിയത്തിമാര് ഇപ്പൊ എവിടം വരെ എന്നറിയാമോ? മുംബൈ IIT. അതിനകത്ത് വരെ ഇവക്കുള്ള അനിയത്തിമാരാ. ഇതായിരിക്കുന്നു. ഒരു വാക്കുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദാണ്ട് വ്യോമമിത്ര. മോഡി സാറിന്റെ ISR നിയന്ത്രിക്കുന്ന വട്ടിയൂക്കാരി വ്യോമമിത്ര. ദാ കിടക്കുന്ന റോബോട്ട്. എല്ലാം വരും അച്ചായ. ബാങ്കിലും കാണത്തില്ല. എല്ലാം പാസ്ബുക്കും പതിപ്പിച്ച് അവിടെ കാശും തരും. ദോത്രം. വീട്ടിൽ അമ്മാമ്മ ഇനി ഹൗസ് മെയ്ഡും വേണ്ട. 4 ബാറ്ററി ഇട്ട് ഇന്റർനെറ്റ് ചാർജ് ചെയ്ത പിള്ളേക്ക് പാലും കൊടുക്കും. സ്വോത്രം. എല്ലാം അവൾ വരാൻ പോകും. അന്ത്യകാലം. ബാക്കി പറയാൻ എനിക്ക് സമയമില്ല. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. 4ാമത്തെ സയൻസ്. 5, ഇന്റർനെറ്റ് മർഡർ. അവസാനിപ്പിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ അമ്മാമ്മ ഇത് വായിച്ചാട്ടെ. അവസാനം ഒക്കെയും നിർത്താം. ദാണ്ടേ സൗദി, IBM, അമേരിക്കക്കാരുണ്ട് ഇവിടെ. റോബോട്ടിനെ മനുഷ്യനാക്കുന്നു. ആരാ? മലയാളി. 337 ഗ്രാമുള്ള ഹൃദയം കൊടുത്ത് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ സാത്താന്റെ ഇഷ്ടം എന്താ? വണങ്ങണം. കരം ഉയരുന്നില്ലല്ലോ. ശദ്രക്, മേശക്, അബേദ്നഗോ ദുരാസോ സമഭൂമി ചെന്നപ്പോ നെബൂഖദ്നേസർ സ്വത്രാഴ്ച എന്താ ശാംശമല്ല ചോദിച്ച് ഒന്ന് വണങ്ങിയാക്കാൻ യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി. എന്താ ചോദിച്ചത്? എല്ലാം കാണിച്ചു. സാത്താന്റെ ഇഷ്ടം വണങ്ങണം. വണങ്ങാത്തവനെ കൊല്ലുവാൻ വരാൻ പോന്നു ഇന്റർനെറ്റ് മർഡർ. ചെറുപ്പക്കാർ, IT സ്റ്റുഡൻസ്, നൗ ദ വേർഡ്സ് ഹിയറിംഗ് ആൾ ഓവർ വെൺമണി. റോബോട്ടിനെ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? ജെഫ്രി ഹിൻഡൻ. പുള്ളിക്കാരൻ ലാബിന്ന് അമേരിക്കയിൽ നിന്ന് ഓടിപ്പോയി എന്നെ കൊല്ലുവന്നു.
സംശയമുണ്ട്. ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് അളകനന്ദ, 24 PP ജെയിംസ്, മീഡിയ 1 നിഷാദ്, അത് കഴിഞ്ഞിട്ട് എല്ലാ ചാനലും ഇത് അടിച്ചാൽ മതി റോബോട്ട്. അവർ ബാക്കി പറഞ്ഞു തരും, ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ബാക്കി. എൻ്റെ മക്കളെ അവൻ ഓടിപ്പോകാൻ കാര്യം എങ്ങനെ ഇന്റർനെറ്റ് മർഡർ. ഇന്ന് രാത്രി അതുകൂടെ കേട്ടിട്ട് നിർത്താം. ഇവിടെ ഒരു പെൺകൊച്ച് 14 ഇഞ്ച് ലാപ്ടോപ്പ്, അവൾക്ക് ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി, വേഗത്തിൽ രാത്രി അവർ ചാറ്റ് ചെയ്യാൻ കയറും. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചില കാര്യം പറയും, ഇവൾ അനുസരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവളെ കൊല്ലിക്കാൻ സംവിധാനം പറയാം. ഒരു ലാപ്ടോപ്പ് 5 ഘടകം, 1 മൈക്രോ പ്രോസസർ, 2 കീപാഡ്, 3 ലിഥിയം ബാറ്ററി, 4 ബേസ് സ്ക്രീൻ, 5 ബൾബ്. എവിടെ മൊബൈലിനകത്ത് അല്ലെ ലാപ്ടോപ്പിനകത്ത് ഒരു പ്രത്യേക മെസ്സേജ് അയക്കും. അതിന്റെ പേര് വൈറസ് മെസ്സേജ്. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില കോൾ വന്നാൽ എടുക്കരുത്. അറിയാത്ത നമ്പറിൽ കരമുയർത്തുന്നവർക്കായി ചില മെസ്സേജ് വന്നാൽ ഓപ്പൺ ചെയ്യരുത്, ഹാക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിളും സയൻസും, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ പെങ്കൊച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറസ് മെസ്സേജ് വരും. പെട്ടെന്ന് സിസ്റ്റം ചൂടാവും, ലിഥിയം ബാറ്ററി ഷോർട്ടാവും, ദാണ്ട സൈഡിലെ ബൾബ് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചാൽ സ്ക്രീൻ കത്തിപ്പിടിക്കും. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അടുത്ത വാക്ക്, മൊബൈൽ പൊട്ടിത്തെറിച്ച് തൃശൂർ തിരുവല്ലാമലയിൽ ആദിത്യ എന്ന പെൺകുട്ടി 8 വയസ്സുകാരി മരിച്ചു. മലയാളി ആര് വാർത്ത വായിച്ചു? കരമുയർത്താം. തൃശൂർ തിരുവല്ല. എന്തിനാച്ചാ പേടിക്കുന്നേ? ഇവിടെ ആരും, ഞാൻ നിങ്ങളുടെ പടമെടുക്കത്തില്ല, പലർക്കും പേടി ഞാൻ പറയുന്ന പടമെടുക്കുമെന്ന്. അയ്യോ, എൻ്റെ ജോലി പടമെടുക്കല്ല, അന്ത്യാല പടമെടുക്കുന്ന ബാക്കിയൊക്കെ ഈ കുഞ്ഞുങ്ങൾ ചെയ്യും. ധൈര്യമായിട്ട് കയറവർത്ത്. ആദിത്യ 8 വയസ്സ്, ഒരപ്പനും അമ്മയും മോൾ. കേരള പോലീസ് എത്ര മുന്നറിയിപ്പ്. ഇന്ന് രാത്രി നിർത്താം. അടുത്ത കേട്ടോ, ഞാൻ പറയാം, പന്തളത്ത് പെട്രോൾ പമ്പിൽ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയരുന്നില്ലല്ലോ. നിങ്ങളുടെ മൊബൈലിനകത്ത് അസാധാരണ കോൾ വന്നാൽ, പന്തളത്ത് വെച്ച് തീ പിടിച്ചാൽ പന്തളം തീഗോളമാകും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. സജു ചാത്തന്നൂരല്ല, ബാക്കി മോൻ കാണിച്ചേക്കണം. ദാണ്ടേ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നു, ദാ കിടക്കുന്നു. ഇതിന്റെ പേര് കമ്പ്യൂട്ടറിനകത്ത് അനാവശ്യമായ മെസ്സേജ് വന്നാൽ സിസ്റ്റം ചൂടായി മനുഷ്യനെ കൊല്ലും. മലയാളം ദാ ഇവിടെ ഇരിക്കുന്ന ആംപ്ലിഫയറും സംഭവമല്ല. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പാട്ട് പാടും. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കൂടിയാൽ, കൺട്രോൾ പോയാൽ ആംപ്ലിഫയർ പുകയുന്നത് പോലെ അന്ത്യദിനത്തിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറഞ്ഞത് ഞാനല്ല, ജെഫ്രി ഹിൻഡൻ. ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? കാരണം തരാം, 5000 ഇപ്പം തരാം. സ്വത്രം പിടിക്കത്തില്ല. അദ്ദേഹത്തിന് ഇവിടുത്തെ BJP സുഹൃത്തുക്കൾ കേട്ടാലും ശരി, അദ്ദേഹത്തിന്റെ റൂട്ട് മുഴുവൻ നിശ്ചയിക്കുന്ന ഇസ്രായേലിന്റെ മൊസാദ. അതിന്റെ ബെഞ്ചമിൻ തന്നെയാവൂ എന്നേ പറഞ്ഞേക്കുന്ന മോഡി സാറിനോട്, സാർ ഇത് പിടിക്കരുത്. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള വന്നു, ന്യൂയോർക്കിൽ പോയി കസേരയിരുന്ന്, കൈ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. കഷ്ടം, നമ്മുടെ ഉപദേശവാരക്കാർ വെള്ളയും വെള്ളം TPMന്റെ ജാഥ ഇരിക്കുന്ന പോലെ കൈ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ. ഇന്ന് ചെങ്ങന്നൂർ DYSP ചെന്ന് പിടി. പുള്ളിയോട് ഒരു മേശപ്പുറത്തിരിഞ്ഞ് വെക്കും, റോഡിൽ ഇരുന്ന് ഞെക്കിയ, സാറേ എന്താ റോഡിൽ ഇരുന്ന് ഞെക്കാത്ത? പുള്ളി പറയും ഭാര്യ മംഗളും ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്ര. പ്ലെയിനകത്ത് യാത്ര ചെയ്താൽ ഇന്ന് ജാമറായി. അന്ത്യദിനം ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇപ്പോൾ സോഫിയെങ്കിൽ താമസമിന വണങ്ങാത്തവരെ കൊല്ലുവാൻ. അതാ അമ്മാമ വായിച്ചത്. 1, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. 2, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവര് കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ ബലം ലഭിച്ചു. അന്ത്യദിനം ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ 2040, ഞാനല്ല, ബ്രിട്ടനിലെ ശാസ്ത്രജ്ഞൻ അലൻ ടോറി പറഞ്ഞിരിക്കുക, സാത്താന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിന് മുൻപിൽ വരാൻ പോകുന്നു. കരമുയരുന്നില്ലല്ലോ. ഇന്ന് ടെലിവിഷൻ ഓൺ ചെയ്താൽ പിട്ടാപ്പള്ളി, ഏഷ്യാനെറ്റിന്റെ പരസ്യം, കറുത്തമുത്ത് വരുന്നതിനും വിട്ട് പടം വരുന്നത് പോലെ സാത്താന്റെ പ്രതിമ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് വരാൻ പോകുന്നു. വഴിയാധാരമായ ആധാർ നിങ്ങളുടെ മെയിൽ ID അവന്റെ കയ്യിലുണ്ടെങ്കിൽ 9G ഇന്റർനെറ്റ് വന്നാൽ അവൻ നിങ്ങളെ നോക്കും. ക്യാമറ കണ്ണുവഴി സകല മനുഷ്യനെ ഇന്റർനെറ്റ് വഴി അവൻ വാച്ച് ചെയ്യും. വണങ്ങാത്തവരുടെ മൊബൈലിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് മെസ്സേജ് അയച്ച് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന കാലം 1950. അലൻ ടോറി
എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സാത്താന്റെ പ്രതിമ ഞങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ തൊടുവ ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പങ്കച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ യോഹന്നാന്റെ കരം പിടിച്ചതുപോലെ തന്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. വെൺമണിയേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒന്നില്ല, 1.25 2 ഏകനാമം. Heard this voice the third day, my brothers and sisters. आज रात को ये सुनने वाला मेरा भाइयों बहनों, आप लोग जिधर भी बैठेगा किसी भी चलने का नहीं, आज हाथ उठा के परमेश्वर का नाम बुलाएगा. अपना नाम ऊपर वाला मदद करके बुक में पैदा करके लिखेगा. उसको उठाने के लिए मेरा परमेश्वर आने वाला है. कर्म ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾ വരണമെങ്കിൽ, ഞാൻ പോയി മടങ്ങി വരുമ്പോൾ നിങ്ങളെ ചേർക്കണമെങ്കിൽ നിങ്ങളൊരു പെട്ടകത്തിൽ കിടക്കണം. അതിന്റെ പേര് രക്ഷയുടെ പെട്ടകം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ടിക്കറ്റ് ആര് നേടും? ഇതുവരെ ഇന്ന് രാത്രി കേൾക്കണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി 2 ടിക്കറ്റ് കിട്ടുക. വെൺമണി എന്നൊരു ചെറുപ്പക്കാരൻ പോകും. അവിടെ ചെന്നിട്ട് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക. അവന് ട്രെയിനകത്ത് കയറാൻ പറ്റും? ഇല്ല മക്കള്. 11:20 ജയന്തി വരവ്. വെൺമണി എന്നൊരു പയ്യൻ അവിടെ പോയി ഇന്ന് സ്ലീപ്പറില്ല ഒരു ഫോറം എഴുതി കൊടുത്തു. ഫോറം ആരുടെ കയ്യിൽ കൊടുത്തു? അവിടെ ഇരിക്കുന്ന കൗണ്ടർ ഇരുന്ന പെങ്കൊച്ച് മൊബൈൽ നമ്പർ എഴുതാൻ പറഞ്ഞു. പെങ്കൊച്ച് പറഞ്ഞു, ജയന്തി സീറ്റ് ഉണ്ട്, തരാം 160 രൂപ തൃശ്ശൂരേക്ക് സ്ലീപ്പർ. എഴുതി കൊടുത്ത് SLR 4 കമ്പാർട്ട്മെന്റ് സീറ്റ് നമ്പർ 20. കൊച്ചു പയ്യൻ അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक होकर जाने वाला जयंती जनता आने वाला है. प्लाറ്റ്ഫോം 1 നമ്പർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവന് കയറാൻ പറ്റുമോ? അച്ഛാ ഇല്ല. എന്നാൽ പോക്കറ്റിനകത്ത് ഒരു ടിക്കറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകന്മേൽ. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, നെഞ്ചത്ത് കൈവച്ച് ഈ രാത്രി യേശു ഏക ദൈവം, യേശു ഏക രക്ഷിതാവ്, യേശു ഏക കർത്താവ്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. അവസാന ഭാഗം കേട്ടിട്ട് എഴുന്നേൽക്കാവൂ. പടിനിമത്തിൽ ഒരപ്പനുണ്ട്. എന്താ അപ്പൻ? ന്യായപ്രമാണത്തിന്റെ അപ്പൻ. പാപം ചെയ്താൽ മക്കളെ കല്ലെറിഞ്ഞു കൊല്ലും. ഇന്ന് രാത്രി ചങ്കേറി പ്രസംഗിക്കുക. ഒരാത്മാവിന്റെ രക്ഷിക്കാൻ മക്കളെ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ പ്രസംഗിക്കുക. എനിക്കറിയാം 1000 കിട്ടിയില്ല 1 കിട്ടും. സ്വോത്രം. നിങ്ങൾ കേൾക്കണോ? ഒരുമിച്ച് കടമെടുത്ത് ഞാൻ പറയോ, നെഞ്ചു കയറി പറയാം. കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ കൃപേഷനെ ശരത്ലാലിനെ കൊന്ന സ്ഥലം. സ്വോത്രം. അവിടെ ഒരു യോഗം നടക്കത്തില്ല. ഇവിടെ പോലീസുകാർ പെർമിഷൻ കൊടുക്കത്തില്ല. ഫ്രൈഞ്ചൈസി എൻ്റെ സുഹൃത്തായിരുന്നു, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ അവിടെ പിള്ളേരിയല്ലോ ഒരു യോഗത്തിന്. അപ്പോൾ എന്നോട് എന്നെ പേരാണ് വിളിക്കുന്നത്. സജു അവിടെ പ്രശ്നമല്ലോ ഉണ്ടാവും. ഞാനാ പ്രസംഗിക്കുന്ന പ്രശ്നമൊന്നുമില്ലെന്ന്. സ്വോത്രം. അവിടെ 3 ദിവസം യോഗം. ആകെ ഒരു ചീനി പിടിത ഗ്രാവുണ്ട്. 1000 ഇല്ല, 200. 2-ാം ദിവസം ഞാൻ CSI പ്രസംഗിക്കുന്നുണ്ട്. CSIക്കാരും മർത്തോമാക്കാരും വന്ന് 300ആയി. 3-ാം ദിവസം 400. 3-ാം ദിവസം പ്രസംഗം കഴിഞ്ഞു. ഇവിടെ ജൈമച്ചൻ ചായം തരുന്ന വെള്ളവും. അവിടെ ബൈക്ക് രാത്രി മംഗള എക്സ്പ്രസ് എനിക്ക് കയറണം. ഷൊർണൂർ ഇറങ്ങിയിട്ട് അതുവഴി തിരുവനന്തപുരം വരെ. നിങ്ങൾ കേൾക്കണോ? രാത്രി പ്രസംഗിച്ച് തെഞ്ച് കയറി ഇറങ്ങപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കി എല്ലാവരും കേൾക്കണം. സ്റ്റേജിൻ്റെ ബാക്കി ഒരുവൻ നിന്ന് എൻ്റെ ഷർട്ടെ പിടിക്കുക. അവൻ പറയും മരിക്കാൻ പോവാന്ന്. ഞാൻ ചോദിച്ചു, എന്തിനാ മരിക്കുന്നതെന്ന് ചോദിച്ച്. അയ്യോ എന്നെ കൊല്ലം ആള് കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു, നീ ആരാ മോനെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സാറേ വിഷമിക്കരുത്, മറ്റു ഭാഷമാരും വന്ന് പെരിയ കൊലക്കേസിൽ കൊലപാതകികൾക്ക് വഴികാട്ടി കൊടുത്തത് ഞാനാ. സ്വോത്രം. 2 ദിവസമായി എൻ്റെ വീട്ടിൻ്റെ മുൻപ് ഇരുന്ന് പ്രസംഗം കേൾക്കുക. ഇന്ന് ഈ പ്രസംഗം നടന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്റ്റേജിൻ്റെ പുറകെ വന്ന് ആരും കാണാതെ മണ്ണി ഇരിക്കുവാന്ന്. സ്വോത്രം. അന്ന് രാത്രി അവൻ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി ആ നാട്ടുകാർ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ മരണത്തിന് പകരം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശുവിന്റെ പുണ്യാകരക്തത്താൽ ദൈവദാസന്മാർ കൈവച്ചു. അവരിന്നൊരു ബൈബിളും മേടിച്ചു കൊടുത്തു. ഞാൻ തിരിച്ചു പോരുന്നു. ജോസ് പാസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 1000 കിട്ടിയില്ല. പിറ്റേന്ന് ഞായറാഴ്ച പായ്ക്കകത്ത് ഒരു വെള്ളമുണ്ടെടുത്ത് വഴികാട്ടിയ കൊലപാതകിയിരുന്ന് യേശു രക്ഷകൻ എന്ന് വിളിക്കുന്നു. ഇതിന്റെ പേരാ സുവിശേഷം. ഇന്ന് രാത്രി മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന രക്ഷയുടെ സന്ദേശം. കേട്ടോണം ചെറുപ്പക്കാരെ, ന്യായപ്രമാണം ഒരുവനെ കൊല്ലാൻ
പറയും. എന്നാൽ ഇന്ന് രാത്രി പഴയ നിയമത്തിൽ ഒരപ്പന് 2 പുത്രന്മാരുണ്ടെന്ന് കേട്ടോണം. ധൂർത്തപുത്രനുണ്ട്. അവനെ ഞങ്ങൾ ബന്ധുക്കോസുകാർ കുടിയനും മുടിയനും എന്തോ ആയിക്കോട്ടെ, അവനെ വിടുന്ന വസ്തുവും പേരും വിറ്റ് തിരുവല്ലായി ചെന്നു. അവൻ 4 കൂട്ടുകാരും ഉണ്ടായിരുന്നു. കുറെ നാൾ അവിടെ കടന്നു. പക്ഷേ അവന്റെ പണം പോയി, മക്കളെ, കൂട്ടുകാരും പോയി. സ്വോത്രം. ആ സമയത്ത് കോവിഡ് വന്ന് എല്ലാവരും കൂടെ തള്ളി അവൻ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? മല്ലപ്പള്ളി ആനിക്കാട്ട് മലയെ കൊണ്ടിട്ട്. സ്വോത്രം. അവൻ 3 വർഷം അവിടെ കിടക്കുക. ഇന്ന് രാത്രി ബന്ധുക്കോസുകാരോട് പറയാം, വസ്ത്രവും പൈസയും പണം ഉള്ളപ്പോൾ എല്ലാവരും കാണും മക്കളെ. വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. സ്വോത്രം. ഇതൊക്കെ ഒന്ന് പോയാൽ ഞങ്ങൾ പീച്ചെ ജായിക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതാ ധൂർത്തപുത്രന്റെ കാര്യത്തിലും വന്നത് കേട്ടോ. അവസാനം അവ ഇവിടെ 3 വർഷം കടന്നു. ഇതിന്റെ സയൻസും ബൈബിളും അല്ല, ഒരു മുടുപ്പും ഒരു മുണ്ടുമായിട്ട് 3 വർഷം അവൻ പന്നിക്കൂട്ടത്തിൽ കിടക്കുക. അന്ന് TPM ക്ലാസ് പോലെ മല്ലപ്പള്ളി കേട്ട് യേശു വരാറാ, യുദ്ധം, ഭൂകമ്പം, ക്ഷാമം, വൈറസ് എല്ലാം അടിക്കുന്നു. അപ്പൊ അവന് പിടികിട്ടി ഇവിടെ രക്ഷയില്ല. അവൻ ആ മുടിഞ്ഞ ഡ്രസ്സിൽ നിന്ന് പന്നിയോട് പറഞ്ഞു, സഹോദരന്മാരെ ഗുഡ് ബൈ. അവൻ എവിടെ ഇറങ്ങി? മല്ലപ്പള്ളിയിൽ നിന്ന് ഒറ്റ നടത്ത തിരുവല്ല. 1-ാം ദിവസം, 2-ാം ദിവസം ചെങ്ങന്നൂർ, 3-ാം ദിവസം കോളനാട്. ഉച്ചയായപ്പം വെൺമണി വീട്ടിൽ വരുവാ. അപ്പം ക്യാമറയിൽ നോക്കുന്ന മടങ്ങി വരുന്നു. ഇന്ന് വെൺമണിയിൽ അച്ചായമാരാണ് വീടും പൂട്ടി വണ്ടേ വീഗാലാൻഡിൽ പോകും. സ്വോത്രം. എന്നാൽ ഞങ്ങളുടെ അപ്പൻ മടങ്ങി വരുന്നവനെ കണ്ടിട്ട് ഉയരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് സകലരെയും വിളിച്ചു, അയ്യോ എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ താ മടങ്ങി വരുന്നു. സ്വോത്രം. ഇതിനകത്തൊരു കാര്യം ബേസിക് ആയിട്ട് പെന്തിക്കോസുകാരെയാണ്. 3 വർഷമായി പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന് മലിനതയുടെ ഉടുപ്പുമായിട്ടാവും വരുന്നത്. പന്നിയുടെ കാഷ്ട, പന്നിയുടെ മൂത്ര. ആ വന്ന മകന്റെ അടുത്ത് ഒരു ബാക്ക് ഹിസ്റ്ററി ആ അപ്പൻ ചോദിച്ചില്ല. അവന്റെ ഡ്രസ് എന്തുവാ, നിറം എന്തുവാ, ഗുണം എന്തുവാ, മണമെന്ന് ചോദിക്കാതെ ആ മകനെ മാറോട് ചേർത്തടച്ചു. അതാ വെൺമണി ക്രൂസൈഡിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കൃപയുടെ പ്രമാണം. കേക്ക് മക്കളെ, വചനം കേട്ടോ. ഇന്ന് രാത്രി ഇത്രയും പ്രസംഗം കേട്ട് താങ്കൾ ഒരു മദ്യപാനിയാണോ, ജീവിതം തകർന്ന വ്യക്തിയാണോ, സഹോദരി, ഇന്ന് രാത്രി മടങ്ങി വാ. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കർത്താവിന് വേണ്ട. താങ്കളെ മാറോട് ചേർക്കുന്നവരെ അപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുള്ളൂ. ഇതിന്റെ പേരാ കൃപയുടെ പ്രമാണം. നിർത്താൻ പോവുക. എന്നിട്ട് ഒരു കാര്യം കൂടെ കേൾക്കണം. പക്ഷെ യവനെ അകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു പുതിയ കുപ്പായം അപ്പൻ ധരിപ്പിച്ചു കരമുയർത്തുന്നവർക്കായി. അതിന്റെ പേര് രക്ഷയുടെ കുപ്പായം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവരെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോകുവാൻ എന്റെ നാഥൻ വരാറ്. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കമോൺ. ഇന്ന് രാത്രി ഇത്രയും സത്യഭജനം കേട്ട് നാളെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ആത്മഹത്യക്ക് കൊതിക്കുന്ന സഹോദര, നീ കടന്നുപോ. ഇന്ന് രാത്രി ഉയരത്തിലെ അപ്പൻ നിന്നെ മാറോട് ചേർക്കുക. കാത്തു നിൽക്കുന്നു. ഈ രാത്രി പറ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കരമുയർത്തി അത് ദൈവശക്തി. ഇന്ന് 2024 ആ ദൈവശക്തി വെളിപ്പെടുക. കമോൺ. അവസാനിപ്പിക്കാം. ഈ ടിക്കറ്റ് ഏറ്റെടുക്കണം. ഒറ്റ കാര്യം കൂടെ സഹോദരി സഹോദരന്മാരിക്കുന്നുണ്ട്. സാൽവേഷൻ ആർമി പാടുന്ന കുഞ്ഞുങ്ങളിൽ നെറ്റു മക്കള്. സാൽവേഷൻ ആർമിയുടെ ചീഫിന്റെ പേര് ആരാണെന്നറിയാമോ? ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് പോലീസിന്റെ ചീഫായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ഡിവിഷണൽ മാനേജർമാർക്കല്ല ഇത്. ബാക്കി പറഞ്ഞു ഞാൻ അവരുടെ കൺവെൻഷൻ പ്രസംഗിച്ചത് കേട്ടോ. അദ്ദേഹം ലണ്ടനിൽ ഒരു ചർച്ച തുടങ്ങി. അവിടെ എല്ലാം നല്ല പണമുള്ള പാർട്ടികൾ, പട്ടാളക്കാരും ബാക്കിയുള്ളവരും പോലീസുകാർ. അവരുടെ ജനറൽ കൺവെൻഷൻ വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ വർഷവും ഉണ്ട്. 18 വയസ്സുള്ളൊരു കുഞ്ഞ് അവരുടെ ജനറൽ കൺവെൻഷന് വേണ്ടി പോയി. കേട്ടോണേ. ആ കുഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിന്നെ കേറ്റത്തില്ല, നിന്റെ അപ്പൻ ചെരുപ്പ് കുത്തി നീ ചെരുപ്പ് തുടയ്ക്കുന്ന. പേര് സാമുവൽ ബർഗ്. 18-ാം വയസ്സിൽ അവൻ പോയി. അവനെ കയറ്റില്ല. 19-ാം വയസ്സ് അടുത്ത വർഷം കൺവെൻഷന് പോയി. അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷമേ പറഞ്ഞതാ, ഇത് ഹൈ മിലിറ്ററി ഓഫീഷ്യൽ, സൈമൾട്ടേനിയസ് മിലിറ്ററി ഓഫീസർ പങ്കെടുക്കുന്ന കോൺഫറൻസ്. ആ പോലീസ് ഓഫീസർ നിന്നെ കയറ്റത്തില്ല, മാറാൻ പറഞ്ഞു. 20-ാമത്തെ വയസ്സ് ഈ കുഞ്ഞ് പകൽ അവിടെ ചെന്ന് സാമുവൽ ബർഗ്, ഞാൻ കൺവെൻഷന് വന്നതല്ല. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്തിരിക്കുന്ന പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നതാ. അവർ പറഞ്ഞു, പ്രസിഡന്റ് ഫ്രീ ആ ചെല്ലാൻ പറഞ്ഞു. പ്രസിഡന്റ് അവനോട് കാര്യമെല്ലാം ചോദിച്ചിട്ട് കാര്യമുണ്ട്, മോനെ നിനക്കെന്താ ആവശ്യം? അവൻ പറഞ്ഞു, എനിക്ക് ആരാധിക്കണം. അയാൾ പറഞ്ഞു, പടക്കത്തില്ല. അപ്പൊ അവനോട് ചോദിച്ചു, നിന്റെ തൊഴിലെന്താ? അപ്പൻ ചെരുപ്പ് കുത്തി ഞാൻ തുടയ്ക്കും. അയ്യോ, ഞാൻ ഇങ്ങനൊരാളെ അന്വേഷിച്ചുകൊണ്ടിരുന്നതാ. ഞങ്ങളുടെ പട്ടാളക്കാരും പോലീസ് ഓഫീസേഴ്സും വരുമ്പോൾ ചർച്ചിന്റെ ഓപ്പോസിറ്റ് ഷൂറാക്കിന്റെ ഒരു പെരയുണ്ട്, നീ അവിടെ ഇത് തുടയ്ക്കണം. അവിടെ ഒരു കട്ടിലുണ്ട്, കഞ്ഞി ഇവിടെ കിട്ടും. 20 വയസ്സുകാരൻ സാമുവൽ ബർഗ് അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത്. അമ്മാമ്മ, അച്ചായ, 1-2 വർഷമല്ല 14 വർഷം അവൻ അവിടെ ഇരുന്ന് തുടയ്ക്കാനിടയായി. കേൾക്കണം, എന്റെ കർത്താവ് ഇന്ന് രാത്രി ഏറ്റെടുത്തോണ്ട് ഇതിൽ ഇറങ്ങാവും. സ്വോത്രം. 34 വയസ്സായി. എല്ലാവരും നാട്ടുകാരെല്ലാം മറന്നു. 34-ാമത്തെ വർഷം അവിടെ ഒരു കോൺഫറൻസ് കിടക്കുക. 3 ദിവസം LM
എസിന്റെ മിഷണറിമാർ. അവസാനത്തെ ശനി ഞായർ ഒരു ഇംഗ്ലീഷുകാരനാണ്. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്ന. ഇംഗ്ലീഷുകാരൻ വരത്തില്ല. അയ്യോ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന കോൺഫറൻസ്. ഓടി പ്രാർത്ഥനാ മുറി ചെന്ന് മുട്ടുമടക്കി സ്വർഗത്തോട് നിലവിളിച്ചു. അപ്പൊ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വിഷമിക്കണ്ട. നിന്റെ ഷൂപ്പറയ്ക്കൊരുത്ത് ഒരു 14 വർഷമായിട്ട് ഒരുവൻ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവനെ ലണ്ടനിലെ കോൺഫറൻസിനകത്ത് പ്രസംഗിപ്പിക്കണം. കരമുയർത്തുന്നവർക്ക് ഓടി അവൻ ചെന്ന് സാമുവൽ ബർഗിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ്. അവൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണുനീരിന്റെ മറുപടി വന്നു. ഇന്ന് രാത്രി പറ. അന്ന് രാത്രി ലണ്ടനകത്ത് ഒറ്റ പ്രസംഗത്തെ 3000 പേരുടെ നടുവിൽ അവൻ രക്ഷയുടെ സുവിശേഷം പറഞ്ഞ ആയിരങ്ങൾ യേശുവിനെ കണ്ടു. പറ സഹോദരി, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കേട്ടോണം സ്വോത്രം. ഈ വചനം കേട്ട് നീ പുറപ്പെട്ടോണം സ്വോത്രം. എന്നിട്ട് 4-ാം ദിവസം 5-ാം ദിവസം ഞായറാഴ്ച ഇദ്ദേഹം പ്രസംഗിച്ചു, സാമുവൽ ബർഗ്. അന്ന് രാത്രി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വില്യം ബൂത്ത് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് സാൽവേഷൻ ആർമി? സാമുവൽ ബർഗ്. 14 years 14 വർഷം നമ്മുടെ ഷൂപ്പരെ കടന്നവൻ നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കും. ഇന്ന് രാത്രി പൊട്ട കിണർ കൊണ്ട് നീ തീരത്തില്ല. പൊത്തിപ്പേറിന്റെ ഭവനം കൊണ്ട് നീ അവസാനിക്കത്തില്ല. അടിമച്ചന്ത കൊണ്ട് നിന്റെ ദർശനം തീരത്തില്ല. കരമുയർത്തി പറ, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. രക്തബന്ധങ്ങൾ നിനക്കെതിരായിരിക്കും. മകനെ, മകളെ, കാരാഗ്രഹത്തിൽ കിടന്നാലും വചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിനക്ക് വേണ്ടി കൊട്ടാരത്തിനകത്തൊരു കസേര ഒരുക്കുവാൻ യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കാരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂത് ഏറ്റെടുക്കുന്ന രാത്രി ഇതിനകത്ത് ഇറങ്ങുമ്പോൾ ദൂതോടെ പോകാം. സ്വോത്രം. സൈമച്ചാൻ എന്റെ സ്ഥലം അറിയാം. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന പാസ് ഓടനാട്ടത്തുകാരനാണ്. കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനകത്ത് ഞാൻ ഇറങ്ങിയത് ഒന്നും കണ്ടിട്ടില്ല. അമേരിക്ക, ലണ്ടനും അല്ല ഞാൻ കണ്ടത്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി 800 പഞ്ചായത്ത് കേരളത്തിൽ, 50 മുനിസിപ്പാലിറ്റി, തിരുവനന്തപുരം ജില്ല 1000 രാത്രി ഈ പാവപ്പെട്ട എനിക്ക് പ്രസംഗിക്കാനിടയായി. കാര്യം എന്താണെന്നറിയോ? പിൻപിൽ ഒരു ദർശനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ വേദനയോടെ ഇരിക്കാതെ പറയണം. ആരൊക്കെ തള്ളിയാലും, അപ്പം തള്ളിയാലും, അമ്മ തള്ളിയാലും, ചേട്ടന്മാര് തള്ളിയാലും, രക്തബന്ധം മറന്നാലും നിന്നെ വിളിച്ചിറക്കിയവൻ നിന്നെ മറക്കത്തില്ല. പട്ടിണി കഞ്ഞി കുടിച്ച് കാരാഗ്രഹത്തിൽ കടന്നാലും ഒരു സ്വർണ്ണ സരിപ്പള ഒരുക്കി യോസഫിന് വേണ്ടി സിംഹാസനം ഒരുക്കിയതുപോലെ തന്റെ ചങ്കിലെ ചോരയ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. വെൺമണി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി.